Hallelujah. Thank you, Holy Spirit. 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 Hallelujah. Praise God. 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 എല്ലാവരും അനുഗ്രഹിക്കട്ടെ. എല്ലാവരും മ്യൂട്ട് ചെയ്യാമോ? Can you mute, please? എല്ലാവരും മ്യൂട്ട് ചെയ്യാം. എല്ലാവരും മ്യൂട്ട് ചെയ്യാം. 45 മിനിറ്റ് പെട്ടെന്നങ്ങ് പോയി. ഹല്ലേലൂയ. നമ്മൾ തുടങ്ങിയപ്പോഴേ അന്യഭാഷ പറഞ്ഞ് 45 മിനിറ്റ് പെട്ടെന്നങ്ങ് പോയി. സിസ്റ്റർ ഡ്യൂട്ടിയിലാണോ? ഷീല സിസ്റ്റർ അതോ? ഓക്കെ, ട്രാൻസ്ലേറ്റ് പ്ലീസ്. എല്ലാ ദൈവദാസന്മാർക്കും നന്ദി. എല്ലാ ദൈവദാസിമാർക്കും നന്ദി. അതുപോലെ നമ്മുടെ ഫിലിപ്പാസ് നല്ലൊരു സ്നാനവും കഴിഞ്ഞിട്ട് വന്നിരിക്കുകയാണ്. എല്ലാത്തിനും കർത്താവിന് നന്ദിയും പൂഴ്ചയും കൊടുത്താലും 45 മിനിറ്റ് നമ്മൾ അന്യഭാഷ പറഞ്ഞു. പക്ഷെ നമ്മൾ അന്യഭാഷ ഇപ്പോൾ കോമൺ ആയിട്ട് സംസാരിച്ച് 12 കാര്യങ്ങൾ ദൈവം എനിക്ക് വെളിപ്പെടുത്തി തന്നു. അത് പറഞ്ഞിട്ട് നമ്മുടെ മെസ്സേജ് അല്പസമയം ചിന്തിച്ചിട്ട് അത് ബേസ് ചെയ്ത് നമ്മൾ അടുത്ത 1 മണിക്കൂർ പ്രാർത്ഥിക്കും, അത് പ്രാപിക്കാൻ വേണ്ടി. അതിനുശേഷം നമ്മൾ നിങ്ങൾക്ക് സാക്ഷ്യം പറയുവാനും പ്രബോധിപ്പിക്കാനൊക്കെ സമയമുണ്ട്. അതിനുശേഷം നമുക്ക് പ്രാർത്ഥനാ വിഷയങ്ങൾ നിങ്ങൾക്ക് പറയുവാനും അതിനുവേണ്ടി പ്രാർത്ഥിക്കുവാനും സമയമുണ്ട്. വേഗത്തിൽ എല്ലാം ചെയ്യാം. പ്രാർത്ഥിക്കാൻ ആരുണ്ടോ, പ്രാർത്ഥിക്കാൻ അങ്ങനെ ചോദിച്ച് തന്നെ വെറുതെ സമയം കളയരുത്. ചാടി നിൽക്കാം നിങ്ങൾ. ഹല്ലേലൂയ. ഒരാൾ മറ്റുള്ളവരെ പറയട്ടെ എന്ന് കുറച്ച് നിങ്ങൾ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കത്തുള്ളൂ. ചാടി പറഞ്ഞോളാം. അപ്പോഴത്തേക്കുള്ള കാര്യങ്ങൾ നടക്കത്തുള്ളൂ. ഓക്കെ, കർത്താവ് എല്ലാവരും അനുഗ്രഹിക്കട്ടെ. പറഞ്ഞു സിസ്റ്ററെ. Certain things, and I'm going to explain, and after that we're going to worship again for 1 hour to activate those blessings in our life. Then we're going to pray and testimony and okay. യേശു കർത്താവ് നമ്മൾ ആരാധിക്കുന്നതിന് മുന്നേ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ യേശുവിന്റെ ഉള്ളം കൈ കാണിക്കുവാനിടയായി. Before we started praying, God showed me Jesus' hands. യേശുവിന്റെ കരത്തിനുള്ളില് ഭൂമി ഇരിക്കുകയാണ്, ചെറിയൊരു ബോൾ ഇരിക്കുന്ന പോലെ ഇരിക്കുകയാണ്. I saw Jesus inside Jesus' hands. Like in the palm, the earth is sitting like a small ball. കർത്താവ് പറഞ്ഞു, ഭൂമിയുടെ ഡൊമേനിയനും അതോറിറ്റിയും എന്റെ കയ്യിലിരിക്കുന്നു. Jesus said, the dominion and the authority of the earth is within my palms. ഹല്ലേലൂയ. ആധിപത്യം അല്ലെങ്കിൽ ഭൂമിയുടെ മേൽ ഒരു കാര്യസ്ഥൻ അല്ലെങ്കിൽ ആധിപത്യം യേശു ദൈവത്തിലിരിക്കുകയാണ്. The control, the authority is in the hand of the Lord. കർത്താവ് പറഞ്ഞു, ഭൗമിക അധികാരം, ആധിപത്യം അത്യന്തികമായി സൃഷ്ടാവെന്ന നിലയിൽ എൻ്റെ ഇരിക്കുകയെന്ന് പറഞ്ഞത്. അതുകൊണ്ട് ഈ ഭൂമിയിൽ ജീവിക്കുന്ന നമ്മൾ ഒന്നിനെ കുറിച്ചും വിഷമിക്കണ്ട. ആ അധികാരം നമുക്ക് കർത്താവ് തന്നിട്ടുണ്ട്. രണ്ടാമത് കർത്താവിനെ കാണിച്ചു, വീണ്ടും കർത്താവിന്റെ ഉള്ളംകരം കാണിച്ചു. അതായത് കർത്താവിന്റെ ഉള്ളംകരം കാണിച്ചു. ആ കരത്തിന്റെ അകത്ത് ലോകത്തുള്ള സകല വിശ്വാസികളെ രക്ഷിക്കപ്പെട്ട് കർത്താവിന്റെ സകല വിശ്വാസികൾ, മനസ്സിലായോ, സകലരുടെയും പേര് എഴുതി വെച്ചിരിക്കുക. ഓ മൈ ഗോഡ്, അതൊരു ഭയങ്കര വെളിപ്പാട് ദൈവനെ കാണിച്ചത്. നിങ്ങളൊന്ന് ആലോചിക്കുക, എത്ര കോടി ആൾക്കാർ ഈ ലോകത്തുണ്ട്, വിശ്വാസികൾ അല്ലെങ്കിൽ യേശുവിനെ സ്വീകരിച്ച് യേശുവിന്റെ രക്ഷിതാവായി സ്വീകരിച്ചവർ അല്ലെങ്കിൽ യേശുവിനെ ഫോളോ ചെയ്യുന്നവർ. അവരുടെ എല്ലാവരുടെ പേര് കർത്താവ് കരത്തിൽ എഴുതി വെച്ചിരിക്കുകയാണോ? You think about this mighty thing, how many billions of believers on this planet, and God has written everybody's name on his planet. ഞാനപ്പോ കർത്താവ് ചോദിച്ചു, എന്റെ പേര് എന്തെന്ന് ചോദിച്ചു. ഇത്രയും മില്യൺസിന്റെ ഇടയിൽ എന്റെ പേര് തപ്പിയെടുക്കണല്ലോ. കർത്താവ് എന്റെ പേര് എന്തെന്ന് ചോദിച്ചു. കർത്താവിന്റെ മുഖത്തോട് നോക്കുന്നത് പുഞ്ചിരിച്ച്. എന്നിട്ട് ഇങ്ങനെ മറ്റേ കരത്തിൽ ഇങ്ങനെ ആ കർത്താവിന്റെ കരത്തിലൂടെ മറ്റേ കരം ഉണ്ടല്ലോ, അതായത് എന്റെ വലത് കൈയാണ് കർത്താവിന്റെ കരം കാണിച്ചത്. പക്ഷെ വേറൊരു ഓപ്പോസിറ്റ് ഇടത് കൈയുടെ ഫിംഗർ ഇങ്ങനെ എന്നെ ഇങ്ങനെ ഒരു ലൈനിലൂടെ കൊണ്ടുപോയിട്ട് ആ സെൻട്രലായിട്ട് ഇങ്ങനെ എന്റെ പേര് കാണിച്ചത്.
And Jesus was reading through the lines on his palms, and he showed me my name at the center. ഹല്ലേലൂയ. ഞാനിവിടെ കിടന്ന് തുള്ളിച്ചാടുമായിരുന്നു. I was jumping up and down here. എന്റെ പേര് യേശുവിന്റെ കരത്തിൽ എഴുതി വെച്ചിരിക്കുക. My name is written in the palms of Jesus. നിങ്ങൾ പറ, എന്റെ പേര്, നിങ്ങൾ തന്നെ പറ, എന്റെ പേര് യേശുവിന്റെ കരത്തിലുണ്ട്. You tell, my name is written on the palms of നിങ്ങൾ പറ, യേശുവിന്റെ കരം, നിങ്ങളുടെ പേര് പറഞ്ഞിട്ട് പറ, എന്റെ പേര് യേശുവിന്റെ കരത്തിലുണ്ട്. Say, my name is written in the palm of അന്ന് God. ഉറക്കട്ടെ, നമ്മുടെ ഹൃദയത്തിലും ചിന്തകളിലേക്ക് ഒന്ന് ഉറക്കട്ടത്. Let it be established and steadfast in your heart that your name is written on the hand of the Lord. താങ്ക് യു ജീസസ്. നന്ദി കർത്താവേ. ഹല്ലേലൂയ. ഇത്രയും ദർശനം കണ്ടപ്പോൾ തന്നെ 45 മിനിറ്റ് കഴിഞ്ഞ് പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? You're seeing this vision, 45 minutes is over. What can I do? ആ കൂടെ എനിക്ക് നല്ലൊരു മെസ്സേജും ദൈവം തന്നു. എല്ലാം കൂടെ ആയപ്പോൾ 45 മിനിറ്റ് കഴിഞ്ഞു. And after the message and vision, 45 minutes is over. അതാണ് കർത്താവിന്റെ സന്നിധിയിൽ ഇരുന്നാൽ നമ്മൾ സമയം പോകുന്ന അറിയത്തില്ല. In the presence of God, the time is gone. എല്ലാവരും ബൈബിൾ വായിക്കുന്ന ബോറിംഗ് ആണ്, പക്ഷെ എനിക്ക് ബോറിംഗ് തോന്നിയിട്ടേ ഇല്ല ഇതുവരെ. Many people say the reading Bible is boring, but I never had that experience. പ്രാർത്ഥിക്കുന്നതും ദൈവസഭ ഇരിക്കുന്ന ബോറിംഗ് ആണെന്ന് ഇപ്പോഴത്തെ പിള്ളേർ പറയാറുണ്ട്. എനിക്ക് ബോറിംഗ് തോന്നിയിട്ടേ ഇല്ല. The new generation children says sitting in the presence of God and reading Bible is a boring thing, but I never had experienced that feeling. ഹല്ലേലൂയ. ഞാൻ രാവിലെ 2 മണിക്ക് വന്ന് 5 മണിക്ക് ദൈവം എഴുന്നേൽപ്പിച്ചു. ഇതുവരെ 5, 6, 5, 6, 7, 8, 9 ഒരു 3 മണിക്കൂർ ദിവസം ഇരുന്നിട്ട് സമയം പോയത് അറിഞ്ഞില്ല. I came from work at 2 a.m. Then I slept till 5 a.m. Then I woke up and 5 plus 3 now. അടുത്ത നിങ്ങളുടെ മോളെ അടുത്ത 3 അവർ ഇരിക്കാൻ പോവാണ്. I'm going to sit with you another 3 hours. അതിൽ എനിക്ക് ബോറിംഗ് ഇല്ല. I'm not bored. കാരണം കർത്താവിന്റെ സന്നിധിയിൽ ഇരിക്കുമ്പോൾ ബോറിംഗ് വരത്തില്ല. If you sit in the presence of God, you're not bored. പക്ഷെ നിങ്ങൾ ഫ്ലഷിലാണെങ്കിൽ ബോറിംഗ് ആയിരിക്കും. When you are in the flesh, yes, it is boring. ഹല്ലേലൂയ. ഈ ബൈബിൾ പറയുന്നത് ഭൗമിക അധികാരം, ആധിപത്യം എന്നിവ അത്യന്തികമായി സൃഷ്ടാവ് എന്ന നിലയിൽ ദൈവത്തിൻ്റെതാണ്. The ultimate authority, the earthly authority is upon the creator. എന്നാൽ നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്, ഭൂമിയുടെ മേലുള്ള അധികാരം അല്ലെങ്കിൽ കാര്യസ്ഥനായിട്ട് മനുഷ്യനെ ഏൽപ്പിച്ചു. Book of Genesis, we know God gave dominion to humans. എന്നാൽ മനുഷ്യന്റെ റിബല്യൻ, സ്പിരിച്വൽ പവേഴ്സ് ആൻഡ് അൾട്ടിമേറ്റ്ലി ക്ലെയിംഡ് ബൈ ജീസസ് ക്രൈസ്റ്റ്. ഒടുവിൽ ക്രിസ്തു യേശു അത് തിരിച്ചു പിടിക്കാനിടയായി. കാരണം മനുഷ്യൻ റിബൽ ചെയ്യുന്നുണ്ട്. Because of the rebellion of human beings, Jesus took it back. യേശു പറഞ്ഞത് സകല സൃഷ്ടിയും ദൈവത്തിൻ്റെതാണ്, എന്റേതാണ്. Oh, God said, it belongs to God. ഭൂമിയിലും സ്വർഗത്തിലും സാമ്രാജ്യങ്ങളുള്ള പരമാധികാരവും എന്റേതാണ്. The ultimate authority over earth and heaven belongs to God. ഇതെല്ലാം ദൈവത്തിന്റെ കൈവശം വെച്ചിരിക്കുകയാണ്. It all belongs to God. ഈ ഭൂമിയിൽ നടക്കുന്ന എല്ലാം ദൈവം അറിഞ്ഞുകൊണ്ടാണ്. God knows everything what is happening in this world. എന്നാൽ ഉൽപ്പത്തി ദിവസം 1-ാം അധ്യായത്തിലെ 26-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, എന്താണ്? മനുഷ്യന് ദൈവം എല്ലാ അധികാരം കൊടുത്തു. ഈ ഭൂമിയിൽ ക്രമീകരിക്കുവാനും അതിനെ പരിപാലിക്കുവാനും ദൈവം അധികാരം കൊടുത്തു. In Genesis 1, verse 36, God gave the authority and dominion to people, to human beings. എന്നാൽ റോമൻ 13:1 പറയുന്നത് എന്താണ്? മനുഷ്യൻ അല്ലാതെ സർക്കാരുകളും അല്ലെങ്കിൽ സാമൂഹിക സംഘടനകളും ഓർഡറും എല്ലാം നീതിയും നിലനിർത്താൻ ദൈവം സ്ഥാപിച്ചതാണ്. റോമൻ 13:1 പറയുന്നത്, സ്റ്റേറ്റ് ദാറ്റ് ഹ്യൂമൻ ഗവൺമെന്റ്സ് ആൻഡ് സോഷ്യൽ സ്ട്രക്ചേഴ്സ് ആർ ഇൻസ്ട്രക്റ്റഡ് ബൈ ഗോഡ്സ് ടു മെയിൻറ്റെയിൻ ഓർഡർ ആൻഡ് ജസ്റ്റിസ്. അതായത് സർക്കാരുകളും സാമൂഹിക സംഘടനകളും ഓർഡറുകളും നീതിയും നിലനിർത്താൻ ദൈവം സ്ഥാപിച്ചിരിക്കുന്നതാണ്. Governments and all the human orders to establish righteousness and judgment. മനുഷ്യൻ പാപം ചെയ്തപ്പോൾ ദൈവത്തിന്റെ ഭരണം, അല്ലേ? എന്ത് പറ്റി? Human beings sinned, God took the authority. So when humanity sinned, an active blessed. Now when humanity sinned, the active blessed harmony of exercise God dominion was fractured. അതായത് എന്താ അതിന്റെ മലയാളം എന്ന് പറയുന്നത്? അതായത് ഈശ്വര പാപം ചെയ്തപ്പോൾ ദൈവം അധികാരം ഏറ്റെടുത്തു. ഈ ഫാളൻ പവേഴ്സ്, ദൈവം പറഞ്ഞു ഫാളൻ പവേഴ്സ്.
വീണുപോയ ശക്തികൾ, ദൂതന്മാര്, the fallen angels, അവരെന്ത് ചെയ്യുന്നില്ല? ദൈവത്തിന്റെ ഭരണത്തോട് എപ്പോഴും എതിർപ്പായിരിക്കും. they always rebel against God. അതുകൊണ്ടാണ് ഈ ലോകത്തിലെ ഭരണാധികാരിയായിട്ട് സാത്താനെ വിശേഷിപ്പിക്കുന്നത്. That's why it is the authority. Devil is the. യേശുവിന്റെ നാമത്തിൽ എല്ലാ ഡിസ്റ്റർബൻസിനെ ഞാൻ ശാസിക്കുന്നു. യേശുവിന്റെ എല്ലാ ഡിസ്ട്രാക്ഷനെ ഞാൻ ശാസിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ എല്ലാ നെറ്റ്വർക്ക് പ്രോഗ്രാംസിനെ ഞാൻ ശാസിക്കുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ് എല്ലാ പേരും ശാസിക്കുന്നു. എല്ലാ ഡിസ്ട്രാക്ഷൻസിനെയും എല്ലാ പോരുകളെയും കം ഔട്ട് ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവിന്റെ നാമത്തിൽ മാറിപ്പോ, എല്ലാം മാറിപ്പോ. ഡിസ്ട്രാക്ട് ചെയ്യുന്ന പോരുകളെ, ഫോൺ കോൾസുകളെ ശാസിക്കുന്നു. എല്ലാ ഫോൺ കോൾസുകളെയും പോസ് ചെയ്യുന്നു ഞാൻ. യേശുവിന്റെ നാമത്തിലുള്ള എല്ലാ ഫോൺ കോളുകളെ പോസ് ചെയ്യുന്നു. യേശുവിന്റെ നാമത്തിൽ എല്ലാ ഡിസ്ട്രാക്ഷൻസിനെ ശാസിക്കുന്നു. മൈൻഡിനെ കർത്താവിനെ ഡൈവേർട്ട് ചെയ്യുന്ന പോലുള്ള ശാസിക്കുന്നു യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. ഓക്കെ, രക്തം ചെയ്യാം. അപ്പോൾ അതുകൊണ്ടാണ് മനുഷ്യൻ, അതായത് എന്താണ്, ഈ ലോകത്തിലെ ഭരണാധികാരി ആയിട്ടാണ് പിശാചിനെ വിശേഷിപ്പിക്കുന്നത്. So devil is named as the authority of. എന്നാൽ അത് തിരിച്ച് റീസ്റ്റോറേഷൻ ത്രൂ ജീസസ് ക്രൈസ്റ്റ്. സിസ്റ്ററിന്റെ ഫോണിന് എന്തോ കുഴപ്പമുണ്ടല്ലോ, ഇടയ്ക്കിടയ്ക്ക് കട്ടായി പോകുന്നു. എന്നാൽ റീസ്റ്റോറേഷൻ ത്രൂ ജീസസ് ക്രൈസ്റ്റ്. ഓൾ അതോറിറ്റി ക്ലെയിം ചെയ്യാനിടയായി. Jesus Christ claimed all authority over heaven and earth. എല്ലാ അധികാരവും അവകാശപ്പെടുന്നത് അതിലൂടെയാണ്. Every authority is claimed through Jesus Christ. So Jesus declared in Matthew 28:18 പറഞ്ഞതാണ്, all authority in heaven and on earth has been given to me. Jesus said, സ്വർഗ്ഗത്തിലും ഭൂമിയിലും സകല അധികാരം എനിക്ക് നൽകിയിരിക്കുന്നു. സ്വർഗ്ഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. All authority in heaven and earth is upon me. ഹല്ലേലൂയ. അതുകൊണ്ട് എഫെസ്യ ലേഖനം 1:21 പറയുന്നത്, far above all rules and authority, power and dominion and every believer's role. That's it's written in Ephesians chapter 1:21. എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും മേലെ ക്രിസ്തുവിന്റെ അധികാരം. വിശ്വാസികളുടെ പങ്ക് എന്താണ്? ക്രിസ്തുവിലൂടെ വിശ്വാസികൾ ഭൗമിക സ്വേച്ഛാധിപത്യത്തെ മറിച്ച് സേവനത്തിൽ ആത്മീയ സന്നദ്ധിയിലോട്ട് പോകുന്നതായിട്ട് കാണാൻ പറ്റും. And through Jesus Christ, people flip over every authority in the world, and they took over authority through Jesus Christ. എഫേസ്യർ 6:12 എന്താ വായിക്കുന്നത്? സ്നേഹം, അനുസരണം, ക്രിസ്തുവിന്റെ പരമോന്നത അധികാരത്തില് കീഴിൽ സുവിശേഷം പ്രചരിപ്പിക്കുക എന്നിവയൊക്കെ നമുക്ക് തന്നിരിക്കുക. 6:12. And 6:12 says, all things are lawful unto me, but all things are not unsafe. Ephesians 6:12. Ephesians 6:12. 12. For we wrestle not against flesh and blood, but against principalities, against powers, against rulers of the darkness of this world, against spiritual wickedness in high places. Hallelujah. സോ അതിന്റെ അകത്ത് നമുക്ക് സുവിശേഷം പ്രചരിപ്പിക്കാൻ വേണ്ടി നമ്മളെ കർത്താവ് വിളിക്കുന്നുണ്ട്. God is calling us to declare, proclaim the gospel. നമ്മളായിരിക്കുന്ന സ്ഥാനത്ത് സുവിശേഷം എത്തിക്കാൻ വേണ്ടി നമ്മളെ ആക്കി വെച്ചിരിക്കുന്നത്. God created us to spread the gospel wherever we are. നമ്മളെ എവിടെയാണെങ്കിലും, നിങ്ങൾ കേരളത്തിലാണെങ്കിൽ അവിടെ സുവിശേഷം അറിയിക്കാൻ വേണ്ടി നിങ്ങളെ ആക്കി വെച്ചിരിക്കുന്നതാണ്. If you are in Kerala, that's the place you are supposed to spread. നിങ്ങൾ അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിലാണെങ്കിൽ നിങ്ങൾ അവിടെ സുവിശേഷം അറിയാൻ ഏൽപ്പിച്ചിരിക്കുന്നതാണ്. In Middle East, you have to spread the gospel there. ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ അറബികളോട് ഞാൻ സുവിശേഷം പറയുമായിരുന്നു. I used to speak gospel to Arabs. നിങ്ങൾ ഓർക്കുന്നുണ്ട്, മിഡിൽ ഈസ്റ്റിൽ ആർക്കെങ്കിലും ചെയ്യാൻ പറ്റുമോ? മോസ്ക് കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് ആ മോസ്കിന്റെ മുന്നിൽ പ്രീച്ച് ചെയ്യാൻ പറ്റുമോ? ഇല്ല. പക്ഷെ ദൈവാത്മാ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ പ്രീച്ച് ചെയ്യായിരുന്നു. Can anyone preach in front of mosque when all the people coming out of the mosque after the service? But God spoke to me while I was in Middle East and I was speaking to people. മോസ്കിൽ നിന്ന് ജനം നിസ്കരിച്ച് ഇറങ്ങി നിന്ന് കഴിയുമ്പോഴത്തെ ഞങ്ങൾ ട്രാക്ട് കൊടുക്കുമായിരുന്നു. I used to give tracts to the mosque people when they're coming out of their. അതും എവിടെയാണ്? മിഡിൽ ഈസ്റ്റിൽ, അബുദാബിയിൽ. That's in Abu Dhabi, Middle East, among the Muslims. ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞാൽ നിങ്ങളെ ആക്കിയിരിക്കുന്നിടത്ത് ചെയ്തേ മതിയാവുള്ളൂ. Wherever you are placed, you have to do it.
നിങ്ങളോട് ആരെങ്കിലും ചോദിക്കുകയാണ് എന്തിനാ ചെയ്യുന്നത് വെച്ചാൽ കർത്താവ് പറഞ്ഞു പറയുക. If anybody asking you why are you doing it, tell God told me. ഹല്ലേലൂയ. നമ്മളോട് തർക്കിക്കാനും വാദിക്കാനൊന്നും പോലെ എന്തിനു ചെയ്യുമെന്ന് കർത്താവ് പറഞ്ഞു. God, why you're doing it? Because Jesus said it. പ്രൈസ് ഗോഡ്. അവിടെ ദൈവനാമം മഹത്വപ്പെടുത്തുവാനിടയാവും. There your Jesus name will അപ്പൊ be. ഭൂമിയിലെ സകല അതോറിറ്റിയും യേശുവിൻ്റെതാണ്. All authority in heaven and earth belongs to Jesus. ആ അതോറിറ്റി കർത്താവ് നമുക്ക് തന്നിട്ടുണ്ട്. And God gave that authority to us. ഹല്ലേലൂയ. ആ അതോറിറ്റി നമ്മൾ യൂസ് ചെയ്യണം. And we have to use that authority. നമ്മളിങ്ങനെ നമ്മുടെ കുഞ്ഞുങ്ങളെ ഓർത്ത്, നമ്മുടെ ജോലി ഓർത്ത്, നമ്മൾ ഒരു രാജ്യത്ത് നിന്ന് വേറെ രാജ്യത്തോട്ട് ഇമിഗ്രൻ്റ് ആയിട്ട് പോകുന്ന കാര്യങ്ങളൊക്കെ ഓർത്ത് നിങ്ങൾ സമയം കളയാതെ കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യും. അപ്പം ദൈവം എല്ലാം നിങ്ങൾക്ക് വേണ്ടി ചെയ്തോളൂ. And don't waste your time by moving from one line to another. Then worry about family, worry about children, worry about job. Don't waste your time. Do something for Jesus. നിങ്ങൾ പഠിക്കണമെന്നോ എക്സാം ചെയ്യേണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ ഇതൊന്നും ചെയ്യണമെന്നല്ല, പക്ഷേ നിങ്ങൾ ഫസ്റ്റ് പ്രയോറിറ്റി പ്രാർത്ഥനയ്ക്കും വചനധ്യാനത്തിനും വർഷിപ്പിനും നിങ്ങൾ ദൈവവേലയ്ക്ക് വേണ്ടി നിങ്ങൾ സമർപ്പിച്ചു കൊടുത്തു നോക്കിയേ. കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യും. ബാക്കിയെല്ലാം കർത്താവ് നിങ്ങൾക്ക് സാവധാനത്തിൽ ചെയ്തുകൊണ്ട് തന്നുകൊണ്ടിരിക്കും. I'm not just saying that don't do any of those things, but you have to do that. But the first priority goes to God. Worship and word and prayer. ഇല്ലെങ്കിൽ നിങ്ങൾ വെറുതെ സ്ട്രഗിൾ ചെയ്യാന്ന് മാത്രമുള്ള ജീവിതം മുഴുവൻ. Otherwise you struggle all your life. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം പലരും എന്നെ വിളിച്ച് പറയാറുണ്ട്, പാസ്റ്റർ ഞാൻ ഇന്ന എക്സാം എഴുതാൻ പോകും. ഓക്കെ, ഞാൻ ചോദിച്ചു പരിശുദ്ധാത്മാവോട് ചോദിച്ചിട്ടുണ്ടോ? People call me and say, Lord, Mr. Pastor, I'm going to write this exam. Then I ask them, did you ever counsel with the Holy Spirit? അവർ പറയില്ല, ഞാൻ ഓൾറെഡി എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക, ഓൾറെഡി എക്സാമിന് വേണ്ടി എന്താണ് ഫീസ് അടച്ചു. അപ്പം ഞാൻ ചോദിച്ചു ആരോടെ ചോദിച്ചു ചെയ്തത്? Did not counsel the Holy Ghost, but I already paid the price and I am going to put the date and now അവർ കാശ് അടച്ച് അവർ പ്രിപ്പയർ ചെയ്തിട്ട് എന്നിട്ട് ചോദിക്കുകയാണ്, എന്നിട്ട് വിളിച്ചു ചോദിക്കുകയാണ് എന്തിനാണ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്. അതെന്ത് നോൺസെൻസ്, എനിക്ക് മനസ്സിലാകുന്നില്ല. അങ്ങനെ എന്താ പ്രാർത്ഥിക്കുന്നത്? ആദ്യം നിങ്ങൾ ഇത് ചെയ്യുന്നതിന് മുന്നേ ദൈവത്തോട് ചോദിക്കണം, കർത്താവ് ഇത് ചെയ്യുവാൻ സമയമായോ, ഞാൻ ഇത് പ്രിപ്പയർ ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾ ദൈവസ്ഥലിൽ സറണ്ടർ കൊടുത്ത് നിങ്ങൾ പ്രാർത്ഥിച്ചു തുടങ്ങി, നിങ്ങൾ പ്രിപ്പറേഷൻ ആരംഭിക്കുക. ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾ ചെയ്യണം. tell God that I am going to write this exam. Is it your plan? Is it your child? ആദ്യം നിങ്ങൾ ചോദിക്കണം, ദൈവത്തോട് ചോദിക്കണം, ദൈവത്തിന്റെ പദ്ധതിയാണോ? ഒന്ന്. രണ്ട്, ചോദിക്കേണ്ടത് കർത്താവിന്റെ ടൈം ആയോ, ഞാനിത് പഠിക്കാൻ സമയമായോ, പഠിക്കാൻ തുടങ്ങട്ടെയോ? മൂന്ന്, എന്നാണ് ഞാൻ എക്സാം എഴുതേണ്ടത്? ഇതെല്ലാം കാര്യങ്ങൾ പരിശുദ്ധാത്മാവിന് നമ്മൾ സമർപ്പിച്ചു കൊടുക്കുമ്പോൾ ദൈവം എല്ലാം നമുക്ക് ഒരു ആലോചന പറഞ്ഞു തരും. Is it time? Can I study? Can I write the exam? അതുകൊണ്ട് എന്താ സംഭവിക്കുക? നിങ്ങളുടെ ടൈം വേസ്റ്റ് ആവുന്നു, രണ്ട്, നിങ്ങളുടെ പണം വേസ്റ്റ് ആവുന്നു, മൂന്ന്, നിങ്ങൾ പാസ് ആവുന്നുമില്ല. അതുകൊണ്ട് നിങ്ങൾ എന്ത് എക്സാം എഴുതാലും, നിങ്ങൾ എന്ത് വീട് വാങ്ങിക്കാൻ പ്ലാൻ ചെയ്താലും, നിങ്ങൾ പിള്ളേരെ കല്യാണം കഴിപ്പിക്കാൻ പ്ലാൻ ചെയ്താലും എല്ലാം ദൈവത്തോട് ആലോചന ചോദിക്കുക. So always take counsel from God when you write, before you write the exam, but before you buy the house, before you marry the children, ask God. നിങ്ങൾ ദൈവത്തിന്റെ മുന്നിൽ ക്ഷമ കാണിക്കണം. നിങ്ങൾ 1 മാസം കൊണ്ട് 2 മാസം കൊണ്ട് ചിലപ്പോൾ ദൈവം സംസാരിച്ചില്ലെങ്കിൽ നിങ്ങൾ ക്ഷമയോട് കാത്തിരിക്കണം. ദൈവം നിങ്ങളോട് സംസാരിക്കും. ഹല്ലേലൂയ. അപ്പോൾ അതോറിറ്റി നമുക്ക് ഭൂമിയിൽ ദൈവം തന്നിരിക്കുക. പ്രൈസ് ഗോഡ്. ഈ പുതിയ നിയമത്തിലെ ഗ്രീക്കില് ദുനാമിസ് എന്ന പദം 120 തവണ പറഞ്ഞിട്ടുണ്ട്. Dunamis, that means that power. It's 120 times it's written in New Testament. അപ്പൊ ഇത് ലളിതമായിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പദത്തിന് ശക്തി അല്ല കഴിവെന്നാ പറയുന്നത്. So in a simple term, it's a power or mighty power. It's a dynamic എന്ന നമ്മുടെ ഇംഗ്ലീഷ് പദങ്ങളോട് വന്നതാണ് ഈ dunamis. So it came from the dynamite power, dunamis. ഹല്ലേലൂയ. കർത്താവ് തന്നെ ഈ മാത്യു ചാപ്റ്റർ 25, 14-30 നിങ്ങൾ വായിക്കുമ്പോൾ കാണാൻ പറ്റും. അതുപോലെ മാർക്ക് ചാപ്റ്റർ 9:1 വായിക്കുമ്പോൾ കാണാൻ പറ്റും. ഇവിടെ നല്ലൊരു ഉപമ കർത്താവ് പറയുന്നുണ്ട്. ഈ ദാസന്മാർക്ക് അവർക്ക് പണം കൈകാര്യം ചെയ്യുവാൻ കർത്താവ് കഴിവ് കൊടുത്തതായിട്ട് കാണാൻ പറ്റും. It's a parable written, and where it is written like this, God gave us the power, gave the power to the servants. How to handle the money. So ഇവിടുത്തെ കഴിവെന്ന് ഉദ്ദേശിക്കുന്ന നമ്മൾ ഓർക്കുന്ന മാനുഷ്യമായ ബുദ്ധി കൊണ്ട് കഴിവല്ല. ഇറ്റ്സ് ഡുനാമിസ് പവർ. So we may think it is intelligence, human intelligence, but it's not human intelligence, the dunamis
power. അപ്പൊ നിങ്ങൾക്ക് ദൈവരാജ്യത്തിൽ നിങ്ങൾ പ്രയോജനമായി തീരണമെങ്കിൽ നിങ്ങൾക്ക് ഡുനാമിസ് പവർ, അതായത് ദൈവത്തിന്റെ ശക്തിയുടെ ആവശ്യമാണ്. To be profitable in the kingdom of God, you need the mighty power from God. നിങ്ങൾക്ക് ദൈവത്തിന്റെ വചനം ആവശ്യമാണ്, പരിശുദ്ധാത്മാവ് ആവശ്യമാണ്. പക്ഷെ പരിശുദ്ധാത്മാവിന് ശക്തിയുടെ നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ മാത്രമേ നിങ്ങളുടെ കഴിവ് വെളിപ്പെട്ട് വരത്തുള്ളൂ. Human power is revealed. അതുകൊണ്ടാണ് സക്കറിയയിൽ പറയുന്നത്, ഇത് സൈന്യത്താലുമല്ല ശക്തിയാലുമല്ല, യഹോവയുടെ ആത്മാവിനാൽ. മനസ്സിലായോ? That's it is written in Zechariah 4:6. It's not by might, not by power, but by my spirit, says the Lord. അപ്പൊ നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്തെടുക്കണമെങ്കിൽ നിങ്ങൾക്ക് വചനം വേണം, പരിശുദ്ധാത്മാവ് വേണം, നിങ്ങൾക്ക് ശക്തിയും വേണം. Something you need word, you need Holy Ghost power, and the dunamis power. അത് യേശുവിന്റെ നാമവും വേണം. And you need the name of Jesus. ഈ കഴിവെന്ന് പറഞ്ഞാൽ ഡുനാമിസ് പവറാണ് കർത്താവ് ഉദ്ദേശിക്കുന്നത്. Power from the Holy Ghost. അല്ലെ, മർക്കോസ് 9:1 നമ്മൾ വായിക്കുന്നുണ്ട്, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ദൈവരാജ്യം വരുന്നതായി കാണുന്നത് വരെ ഇവിടെ നിൽക്കുന്നവരിൽ ചിലർ മരണം ആസ്വദിക്കുകയില്ല. ഇവിടെ ശക്തി എന്നത് ഡുനാമിസ് ആണ്. Oh, and come on. Yeah, now I can hear it. Mark chapter 9:1. Yeah, Mark chapter 9:1 is written. ദൈവരാജ്യം ശക്തിയോടെ വരുന്നതായി കാണുന്നത് വരെ ഇവിടെ നിൽക്കുന്നവരിൽ ചിലർക്ക് മരണം ആസ്വദിക്കുകയില്ല. Okay, he said unto them, verily I say unto you that there will be some of them that stand here which shall not taste of death till they have seen the kingdom of God come with power. കണ്ടോ, അവിടെ ഉദ്ദേശിക്കുന്ന പവർ എന്ന് പറഞ്ഞാൽ ഡുനാമിസ് പവർ. This power is the dunamis power. കണ്ടോ, ശക്തി, ഇവിടുത്തെ ശക്തി എന്ന് പറഞ്ഞാൽ ഡുനാമിസ് ശക്തിയാണ്. That mentioned in Mark 9:1 is the dunamis power. അതുകൊണ്ടാണ് ഇതൊരു ഡുനാമിസ് എന്ന് പറയുന്നത് വെറും ഒരു ശക്തിയല്ല. It's not just a human power. ഇത് അത്ഭുത ശക്തിയോ അത്ഭുതകരമായ ഒരു പ്രവൃത്തിയോ സൂചിപ്പിക്കുന്നു. It's a miraculous power and it's a dunamis power of Holy Ghost. ഹല്ലേലൂയ. ഇത് അതായത് മോറൽ പവർ ആൻഡ് എക്സലൻസ് ഓഫ് സോൾ എന്നാ പറയുന്നത്. It's a hallelujah. ആത്മാവിന്റെ വലിയ ശക്തിയാണ്. ഇത് ആത്മാവിന്റെ ശക്തിയാണ് യേശു പറഞ്ഞത്. Jesus is talking about the mighty power of the Holy Ghost. ഇത് ആക്ച്വലി ഈ ഡുനാമിസ് പവർ എന്ന് പറഞ്ഞാല് ധാർമ്മിക ശക്തിയെയും ആത്മാവിന്റെ മികവിനെയും പരാമർശിക്കുന്നതായിട്ട് കാണാൻ പറ്റും. It is the fullness of the Holy Spirit and it is the power of righteousness. കണ്ടോ, നിങ്ങൾക്ക് ഡുനാമിസ് പവറിന്റെ അർത്ഥങ്ങൾ മനസ്സിലാവും. നമ്മൾ ഡുനാമിസ് എന്ന് പറഞ്ഞ് നമ്മൾ ആദ്യം ചിന്തിക്കുന്നില്ല അത്ഭുതങ്ങൾ മാത്രം ചെയ്യാൻ വേണ്ടിയുള്ള ഒരു പവറാണല്ല. ഇത് കഴിവിനെ സൂചിപ്പിക്കുന്നു, ഇത് ധാർമ്മിക ശക്തിയെ സൂചിപ്പിക്കുന്നു. ഇതെല്ലാം ഈ ഡുനാമിസ് പവറിന്റെ അകത്തുള്ളതാണ്. This power is not just to do the miracles, but this is the ability to live holy and righteousness, and this is to establish God's kingdom. ഇന്ന് നമ്മൾ അതോറിറ്റിയും ഡുനാമിസ് പവറും ദൈവത്തോട് പ്രാപിക്കണം. They are going to receive authority and the dunamis power from God. ഇതൊന്നും നമ്മുടെ മലയാളി സഭകളിൽ പറയാറേ ഇല്ല. ഈ ഡുനാമിസ് പവർ, അവരുടെ വിചാരം ഡുനാമിസ് പറഞ്ഞാൽ ഒരു മരിച്ചവനെ എഴുന്നേൽപ്പിക്കുക, അല്ലെങ്കിൽ ഡുനാമിസ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രോഗിയെ സൗഖ്യം. നോ, ഇതൊന്നും അല്ല ഡുനാമിസ് പവർ. ഡുനാമിസ് പവർ യേശു പറഞ്ഞതിന്റെ ആഴങ്ങളുണ്ട് അതിൻ്റെ അകത്ത്. Among Malayali churches, you don't even hear about dunamis power. You think it is to resurrect the people from the death or heal the sickness, but it is just depths of power of God. നമ്മുടെ ആൾക്കാരോട് ഈ പവറിനെ പറ്റിയോ, നമ്മുടെ ആൾക്കാരെ പറ്റിയോ, ഹോളി സ്പിരിറ്റിനെ പറ്റിയോ, അല്ലെങ്കിൽ നമ്മുടെ ആൾക്കാരെ പറ്റി മിറക്കിൾസ് ഒക്കെ പറഞ്ഞാൽ അവർക്കൊന്ന് ഇറിറ്റേഷൻ പോലെയാണോ? അവർക്ക് വചനം മതി. നോ, വചനം പരിശുദ്ധാത്മാവിന് ശക്തിയില്ല, വചനമല്ല. മനസ്സിലായോ? അതിൻ്റെ അകത്ത് ശക്തി ഉണ്ടെങ്കിൽ മാത്രമേ എന്തെങ്കിലും മിറക്കിൾസ് നടക്കത്തുള്ളൂ. The miracles only happen through the power and the word of God. Without the power of Holy Ghost, the word of God is useless, powerless. മനസ്സിലായി? അപ്പോൾ ഈ ഡുനാമിസ് പവർ എന്ന് പറഞ്ഞാൽ ഇൻ ദ വേർഡ് ദാറ്റ് ലോർഡ് ഹാസ് ഇൻഹെറിറ്റഡ് പവർ റിസൈഡിങ് ഹിംസെൽഫ്. ഡുനാമിസ് ഇസ് പാർട്ട് ഓഫ് ഹിസ് നാച്ചർ. മനസ്സിലായോ? ദൈവത്തിന്റെ സ്വഭാവമാണ് ഡുനാമിസ് പവർ. This dunamis power is the character or nature of God dwelling within us. ദൈവത്തിന്റെ ഒരു യേശുവിന്റെ സ്വഭാവമാണ് ഡുനാമിസ് പവർ. This is the influence of God, the presence of God, and that is the dunamis power
inside our heart. യേശുവിന്റെ വ്യക്തിത്വത്തിന്റെ അകത്തുള്ളതാണ് ഈ ഡ്യുനാമിക്സ് പവർ. This is within the personality of Jesus. അപ്പൊ നമ്മൾ യേശുവിനെ സ്വീകരിച്ചിരിക്കുന്ന നമ്മുടെ വ്യക്തിത്വത്തിനകത്ത് ഈ ഡ്യുനാമിക്സ് പവർ ഉണ്ട്. Inside our personality, this dynamic power, the Atyanta Shakti from the personality background. അപ്പൊ അതാണ് ദൈവം അത് പ്രകടിപ്പിക്കുകയാണ് യേശു ചെയ്യുന്നത്. Showing the dynamic power through that. നമ്മുടെ യേശു പറഞ്ഞത് മത്തായി 22:29 പറയുന്നുണ്ട്, സദൂക്യരോട് പറയുന്നുണ്ട്, നിങ്ങൾ തിരുവെഴുത്തുകളെയോ ദൈവശക്തിയോ അറിയാത്തതിനാൽ തെറ്റിലാണ് നിങ്ങൾ ജീവിക്കുന്നത്. Matthew 22, it is written, God is speaking to the scribes, you don't know the word of God and the power of God. That's why. So word of God നമുക്ക് ആവശ്യമാണ്, പവർ ഓഫ് ഗോഡ് ആവശ്യമാണ്. We need the word and the power of God. ഹല്ലേലൂയ. അപ്പോഴാണ് സ്വർഗത്തിൽ മനുഷ്യപുത്രന്റെ അടയാളം ദൃശ്യമാകുന്നത്. When the power of the Son of Man is going to manifest in our life. ആ ദൈവശക്തി ഉണ്ടെങ്കിൽ മാത്രമേ ദൈവത്തിന് മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. That can manifest through the power of God, the dynamic power. നമുക്ക് ആ ദൈവശക്തി ഉണ്ടെങ്കിൽ മാത്രമേ ദൈവത്തിന് വേണ്ടി നമ്മൾ പ്രയോജനമായി തീരുള്ളൂ. To the kingdom of God and God, and only through the dynamic power from the Holy Ghost inside our life. അതുകൊണ്ടാണ് മാത്യു 24:30 വായിക്കുന്ന തന്നെ, കർത്താവിന് തന്നിൽ തന്നെ വസിക്കുന്ന ഒരു ശക്തിയുണ്ട്, അതിനാണ് ഡ്യുനാമിക്സ് പവർ എന്ന് പറയുന്നത്. And Matthew 24:30 says that there is a power of God dwelling within it. That is the dynamic power. അപ്പൊ ആ ശക്തി നമ്മൾ പ്രാപിച്ചെടുക്കണം. We need to receive that power. ആ ശക്തി ഉണ്ടെങ്കിൽ മാത്രമേ യേശുവിന്റെ സ്വഭാവം നമ്മൾ വെളിപ്പെട്ടു വരത്തുള്ളൂ. The character Jesus manifest inside us only through the dynamic power. അപ്പൊ നമുക്ക് വേർഡ് ഓഫ് ഗോഡ് വേണം, ഡ്യുനാമിക്സ് പവർ നമുക്ക് വേണം. ഇന്ന് മുതൽ നിങ്ങൾ ഡ്യുനാമിക്സ് പവറിന് വേണ്ടി പ്രാർത്ഥിക്കണം. So today onwards, you need to pray for this dynamic power. Hallelujah. So we do not live the Christian life in our own power. നമ്മുടെ പവർ നമുക്ക് ജീവിക്കാൻ സാധ്യമല്ല. We cannot live as a Christian, powerful Christian, with our own power. നമ്മുടെ ശക്തി ജീവിക്കുന്നതുകൊണ്ടാണ് നമ്മൾ വീണ് പോയിക്കൊണ്ടിരിക്കുന്നത്. We are falling that's because we are counting on, we are trusting in our power, our ability. നമ്മുടെ ശക്തി ജീവിക്കുന്നതുകൊണ്ടാണ് ഈ തടസ്സങ്ങളൊന്നും മാറാത്തതിന്റെ കാര്യം. That's why there is still obstacles one after another, because we are just trusting in human power. എന്നാൽ ക്രിസ്ത്യ ജീവൻ നയിക്കുന്നത് ദൈവത്തിന്റെ ശക്തിയിലാണ്. And we can only live victoriously in this planet only by counting, trusting in ക്രിസ്ത്യ ജീവൻ നയിക്കുന്ന ദൈവത്തിന്റെ വേർഡിലും ദൈവത്തിന്റെ ശക്തിയിലും ദൈവത്തിന്റെ കഴിവിലുമാണ് ക്രിസ്ത്യ ജീവൻ നയിക്കുന്നത്. The power of God, we need the word of God and the ability of God. Then only we can live as a Christian. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, നിങ്ങൾക്ക് എന്നെ കൂടാതെ ഒന്നും ചെയ്യാൻ സാധ്യമല്ല. So Jesus said, you can do nothing except by. അതുകൊണ്ടാണ് ആ ഡ്യുനാമിക്സ് പവർ നമ്മൾ ഉണ്ടെങ്കിലുള്ള യേശു നമ്മൾ വസിച്ചെങ്കിലേ ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തുള്ളൂ. For God to do anything for God, this God has to dwell inside us, abide inside us. നമ്മുടെ ബുദ്ധിയിലോ നമ്മുടെ വിദ്യാഭ്യാസത്തിലോ ആശ്രയിച്ചു കഴിഞ്ഞാൽ തീർന്നു, നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല, നമ്മളവിടെ സ്റ്റക്കായി. Intelligence and your education is nothing. You're stuck. You cannot do anything. You cannot go forward. അത് ജാതികളെ എന്ത് പറഞ്ഞ പരിപോഷിക്കാൻ കൊള്ളാം. It's good for heathens to tell them. നിങ്ങൾ നല്ല ഡോക്ടർ ആയിക്കോട്ടെ, നിങ്ങൾ നല്ല എഞ്ചിനീയർ, പക്ഷെ അത് വേൾഡിന് വേണ്ടിയാ. You're a good doctor, you're a good engineer. That's for the world. പക്ഷെ നിങ്ങൾ ഡ്യുനാമിക്സ് പവർ നിങ്ങൾ വസിക്കുമ്പോൾ അത് ദൈവരാജ്യത്തിന് വേണ്ടിയാ. If you have the dynamic power of Holy Ghost dwelling inside you, you are useful in the kingdom of God. യോഹന്നാൻ 15:15 എന്താണ്? അവനെ കൂടാതെ, യേശുവിനെ കൂടാതെ നമുക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല. And John chapter 15 it says you can do nothing. അത് നിങ്ങൾ വിശ്വസിക്കണം. നമ്മൾ വിശ്വസിക്കണം. യേശുവിനെ കൂടാതെ നമുക്ക് ഉറങ്ങാൻ സാധ്യമല്ല, യേശുവിനെ കൂടാതെ നിങ്ങൾക്ക് എഴുന്നേക്കാൻ സാധ്യമല്ല, യേശുവിനെ കൂടാതെ നിങ്ങൾക്ക് ഡ്രൈവ് ചെയ്യാൻ സാധ്യമല്ല, യേശുവിനെ കൂടാതെ നിങ്ങൾക്ക് പ്രീച്ച് ചെയ്യാൻ സാധ്യമല്ല, യേശുവിനെ കൂടാതെ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ സാധ്യമല്ല. എല്ലാം യേശു ആവശ്യമാണ്. Jesus you cannot preach. You can do nothing without Jesus. Hallelujah. Thank you, Holy Spirit. Thank you, Holy Spirit. Thank you, Holy Spirit. പിതാവാം ദൈവം സംസാരിക്കുന്നു. Hallelujah. 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 Dunamis power in the Hallelujah. Hallelujah. Luke സുവിശേഷം 1:15 നമ്മൾ വായിക്കുന്നുണ്ട്. Thank you, Father. 1:15. Thank you, Father. Thank you, Father. I love you, Father. I love you, Jesus. I love you, Father. I love you, Father. Great in the sight of the Lord.
പക്ഷെ ഇവിടെ ഡൈനാമിക്സ് പവറിനെ കുറിച്ച് നമ്മൾ കാണുന്നത് ലൂക്കോസ് സുവിശേഷം അധ്യായത്തില് ദ ഹോളി സ്പിരിറ്റ് വിൽ കം ഓൺ യു ആൻഡ് ദ പവർ ദ മോസ്റ്റ് ഹൈ വിൽ ഓവർ ഷാഡോ യു. നോക്കിയേ, സോ ഇവിടെ നമ്മൾ കാണുന്നത് ഡുനാമിസിന്റെ നിരവധി പ്രധാന ഉപയോഗങ്ങൾ താഴെപ്പെട്ട് നമ്മൾ ഇതിന്റെ അത് കാണാൻ പറ്റും. ലൂക്കോസ് സുവിശേഷത്തിൽ കാണാൻ പറ്റും. എന്താണ് ദൂതം വന്നിട്ട് പറയണ പരിശുദ്ധാത്മ നിന്റെ മേൽ വരും കണ്ടോ. And book of Luke chapter 1 verse 35, the angel answers said, the Holy Ghost shall come upon thee, and the power of the highest shall overshadow thee. ഇവിടെ പറയുന്നു അത്യുന്നതിന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും കണ്ടോ. The power of the most high shall overshadow you. കണ്ടോ. അപ്പൊ പരിശുദ്ധാത്മാവിന്റെ ശക്തി, അതാണ് അപ്പോസ്തലർ 2-ാം അധ്യായത്തില് നിങ്ങൾ പരിശുദ്ധാത്മാവിനെ ഉള്ളി പ്രാപിച്ചിരിക്കുന്ന നിത്യത കൊണ്ടുപോകാൻ വേണ്ടി, നമ്മൾ യേശുവിനെ സ്നേഹിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ പാപബോധം തരാൻ വേണ്ടിയാണ്. എന്നാൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മുടെ മേൽ നിഴലിടുമ്പോഴാണ് നമുക്ക് സാക്ഷ്യമാക്കാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ നമുക്കൊരു ഡുനാമിസ് പവറായി തീരാൻ പറ്റത്തുള്ളൂ. The Holy Ghost decided to be born again, to go to heaven. But when the mighty power of God overshadow over you, then you will be beneficial, profitable in the kingdom of God. രണ്ട് കാര്യമുണ്ട്. പരിശുദ്ധാത്മ നിന്റെ മേൽ വരും, അത്യുന്നതിന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. കണ്ടോ, രണ്ട് പിതാവിന്റെ പരിശുദ്ധാത്മാവുണ്ട്, പിതാവാൻ ദൈവത്തിന്റെ ശക്തി നിന്റെ മേൽ വരും. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? യേശു എന്ന പുത്രൻ ജനിക്കപ്പെടും. There are two things. The Holy Ghost shall come upon thee, and the power of the highest shall overshadow thee. Then Jesus Christ is born inside of Mary. ഹല്ലേലൂയ. നോക്കിയേ, ഇത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ വേണ്ടത്. നമുക്ക് വേണ്ടത് പരിശുദ്ധാത്മാവിന് ശക്തി വേണം, അല്ലെങ്കിൽ ആ ഡുനാമിസ്. നിങ്ങൾ എന്നും പ്രാർത്ഥിക്കണം, ഡുനാമിസ് പവർ വേണം കടത്താൻ. എനിക്ക് ഡുനാമിസ് പവർ വേണം. Every day that we need dynamis in our life, the power, the Holy Ghost shall come upon you. ഹാലയിൽ ആഫ്രിക്കയിലൊരു ദൈവദാസൻ ഡുനാമിസ് പവർ എന്ന് പറഞ്ഞൊരു പുസ്തകം എഴുതുവാനിടയായി. There is a man of God. He wrote a book. It's called Dynamis Power. അപ്പൊ ഒരു വിശ്വാസി സഹോദരിയുടെ അത് വാങ്ങിച്ചു. അദ്ദേഹം ആ ചർച്ചയിൽ നിന്ന് ആ സഹോദരി ഇറങ്ങി വരിക. One lady took the book and now she's coming out of the church. അപ്പൊ ഇറങ്ങി റോഡിൽ നോക്കുമ്പോൾ വീൽ ചെയറിൽ വേറെ സഹോദരി ഇരിക്കുന്നു. And she saw another lady sitting on a wheelchair. അപ്പൊ ആ വീൽ ചെയറിൽ നിന്ന് സഹോദരി ബുക്ക് കണ്ടുകൊണ്ട് വായിക്കുക, ഡുനാമിസ് പവർ, ഡുനാമിസ് പവർ. This lady is reading a book. This book, the Dynamis Power, the one is ഈ ബുക്കിന്റെ ഹെഡിങ് വായിച്ചോണ്ടിരിക്കുക, അല്ലെങ്കിൽ അതിന്റെ പുറത്തെ പേജ് വായിച്ചോണ്ടിരിക്കുക. ഡുനാമിസ് പവർ, ഡുനാമിസ് പവർ. ആരെ? വീൽ ചെയറിൽ ഇരിക്കുന്ന ലേഡി. the heading of the book, Dynamis Power, Dynamis Power, Dynamis Power. ഇത് കുറച്ചു നേരം പറയുക, ലേഡി ഈ വീൽ ചെയറിൽ ചാടി എഴുന്നേറ്റു. 60 times this lady jumped out of the wheelchair. ഹല്ലേലൂയ. നോക്കി, ഡുനാമിസ് പവറോടെ വ്യാപരിച്ചു. And this Dynamis Power was spreading. പ്രൈസ് ഗോഡ്. അത് നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാൻ ഡുനാമിസ് പവർ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കര മിറക്കിൾസ് ആയിരിക്കും. This Dynamis Power is upon you. You have miracles. ദൈവത്തിന്റെ വചനത്തിൽ എഴുതിയിട്ടുണ്ട്, യേശുവിന്റെ ശിഷ്യൻ പറയാണ്, ലോകത്തിലെ സകല പുസ്തകങ്ങളിൽ എഴുതി, അല്ലെങ്കിൽ സകല പുസ്തകങ്ങളിലും ഈ എഴുതിയ തീരാത്ത കാര്യങ്ങൾ യേശു ചെയ്തെന്നാണ് പറയുന്നത്. John chapter says, whatever Jesus did, there's no book enough to write for them. അതായത് അമേരിക്കയിലെ അല്ലെങ്കിൽ ഇന്ത്യയിലും ചൈനയിലും എല്ലാ ലൈബ്രറികളും നിറഞ്ഞാലും പിന്നെയും കിടക്കുക യേശു പറഞ്ഞ കാര്യങ്ങൾ, യേശു ചെയ്ത അത്ഭുതങ്ങൾ പിന്നെയും കിടക്കുക. So whatever Jesus did is still, but there's no book is strong enough or large enough. നമുക്ക് തന്നിരിക്കുന്ന ബൈബിളിനകത്ത് അത്യാവശ്യ കാര്യങ്ങൾ, നമുക്ക് വിശ്വാസം വരേണ്ട കാര്യങ്ങൾ മാത്രമേ എഴുതിയിട്ടുള്ളൂ. So whatever gives us the faith, that's the only thing written in the Bible. അതിന്റെ അർത്ഥം എന്താണ്? യേശു നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും തൊടുമ്പോഴും യേശു വചനം പറയുമ്പോഴും എല്ലാം മിറക്കിൾസ് നടന്നുകൊണ്ടിരിക്കുക. So whenever Jesus walked, touch, speak, miracles happening, as I say. Suppose even the world itself could not contain the books. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ നമ്മൾ രാവിലെ എഴുന്നേറ്റ് 24 hours നടക്കുമ്പോൾ എത്ര മിറക്കിൾസ് നടക്കുന്നുള്ളൂ ചിന്തിച്ചു നോക്കുക. When you walk 24 hours, how many miracles are happening? അതിന്റെ അർത്ഥം നമ്മൾ ഡൈനാമിക്സ് പവറായിട്ട് വന്നിട്ടില്ല. That means nothing is happening. That's because നമുക്കാകെ കിട്ടുന്ന ഡൈനാമിക്സ് പവർ 2 പാട്ട് പാടുമ്പോൾ 10 മിനിറ്റ് അന്യഭാഷ പറയും. അത് നമ്മളെ പഠിപ്പിച്ചു വെച്ചിരിക്കുക. അത് ഇന്ന് രാത്രി പൊട്ടട്ടെ. നമ്മൾ ഈ പരിശുദ്ധാത്മാവിന്റെ ഷാഡോ എപ്പോഴും നിൽക്കണം. പരിശുദ്ധാത്മാവിന്റെ ശക്തി, പിതാവിന്റെ ശക്തി എപ്പോഴും നമ്മൾ നിൽക്കണം. ഞാനിപ്പോ വെളിപ്പാടി കണ്ടോണ്ടിരിക്കുക, ദൈവത്തിന്റെ പിതാവാൻ ദൈവം ഞാൻ ക്ലൗഡ് പോലെ, മീൻസ് എന്റെ മുകളിൽ നിൽക്കുക. ഹല്ലേലൂയ. ആ ഒരു ശക്തി, ഒരു ഷാഡോ, അതിന്റെ അകത്തുനിന്ന് ഇങ്ങനെ പ്രകാശം ഇങ്ങനെ എന്നിലോട്ട് ഒഴുകിക്കൊണ്ടിരിക്കുക.
the light rays are flowing over me. ഹാലേലൂയ. നോക്കിയേ, ലൂക്കോസ് സുവിശേഷം 4:36 പറയുന്നത് എന്താണ്? എല്ലാവരും യേശുവിന്റെ വാക്കുകൾ കേട്ടപ്പോൾ ആശ്ചര്യപ്പെട്ടു. എന്തൊരു വാക്കുകളായത്! What kind of words is he? എന്ത് അധികാരത്തോടുകൂടി പറയുന്നത്! What kind of authority in his voice? എന്തൊരു ശക്തിയോടുകൂടിയാണ് പറയുന്നത്! What kind of power and authority when he അവന് അശുദ്ധാത്മാക്കളോട് കൽപ്പിക്കുകയാണ്, അത് പുറത്തു വരുന്നു. that they come out. So that is a dynamis power. This is dynamis power. എന്തൊക്കെ വേണം? ഡൈനാമിക്സ് പവർ വരുമ്പോ എന്താണ്? നിങ്ങൾ പറയുന്ന കാര്യങ്ങൾക്കകത്ത് എന്താണ്? ഭയങ്കര ആശ്ചര്യമായിരിക്കും. ആൾക്കാർ കേൾക്കുമ്പോഴത്തേക്ക് അത് ഭയങ്കര അത്ഭുതമായിരിക്കും. അത് It's very amazing and it's wonder working sound. നിങ്ങൾ ഓരോ വാക്കുകൾക്കകത്ത് ഭയങ്കര പവർ ആയിരിക്കും. അത് there'll be power when you speak. നിങ്ങളൊന്ന് റെക്കോർഡ് ചെയ്ത് വെക്കണം ഓരോ ദിവസം നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ. നിങ്ങൾ എന്തെല്ലാം പൊട്ടത്തരം കളിച്ചൊല്ല് കളി തമാശയൊക്കെ പറഞ്ഞ് വെറുതെ സമയം കളയുക. It's wasting time by speaking silly words and then the main words and you record it and then you know what kind of silly words. ഡൈനാമിക് പവർ നിങ്ങൾ വന്നിരുമ്പോൾ മറ്റുള്ളവരുടെ മുന്നിൽ നിങ്ങൾ ആശ്ചര്യപ്പെട്ടു, നിങ്ങൾ ഒരു അത്ഭുത വിഷയമാവും. You become a object of wonder because the people amazed upon you. നോക്കി എന്തൊരു വാക്കുകളാണ് നിങ്ങൾക്ക് എന്തൊരു വാക്കുകളാണ്! നോക്കി എന്തൊരു പവർഫുൾ വാക്കുകളാണ് യേശുവിന്റെ വായിൽ നിന്ന് വന്നത്. The words coming out of Jesus Christ is very powerful. PhD എടുത്തിട്ടൊന്നുമല്ല യേശു വന്നത്. സ്കൂളിൽ പോലും പോയിട്ടില്ല യേശു, ഓർത്തോണേ. പക്ഷെ എന്താണ്? പരിശുദ്ധാത്മാവിന്റെ ശക്തി അല്ലെങ്കിൽ ആ ഡൈനാമിക് പവർ യേശുവിന് വന്നപ്പോൾ ഓരോ വാക്കുകളിലും ആത്മാവ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. രണ്ടെന്താണ്? അധികാരത്തോടുകൂടി അധികാരം കാണിക്കോടെ. യേശുവിന്റെ അധികാരം, ദൈവത്തിന്റെ അധികാരം. അമ്മായിമ്മ പോരും മരുമക്കളെ കാണിക്കുന്ന അധികാരമല്ല ഞാൻ പറയുന്നത്. ഞാൻ പറയുന്നത് അല്ലെങ്കിൽ പാസ്റ്ററിന്റെ സഭയിൽ പോയി വിശ്വാസികളുടെ മേലിൽ അധികാരപ്പെടുന്നതല്ല ഞാൻ പറയുന്നത്. ആ വാക്കുകളുടെ അധികാരം, ശക്തിയോടുകൂടിയാണ് പറയുന്നത്. അശുദ്ധാത്മാക്കളോട് കൽപ്പിക്കുകയാണ്. അത് പുറത്തു വരുന്നു. നോക്കിയേ, ഞാൻ ഓർക്കുന്നുണ്ട്, ആരോ ഒരു സാക്ഷ്യം പറഞ്ഞ പോലെ ഒരു അപ്പച്ചന് കാലേ മുട്ടിന് പരുവ് വന്നപ്പോഴത്തേക്ക് സഭയായിട്ട് 21 ദിവസക്കാലം ഉപസിച്ചപ്പോഴത്തേക്കാണ് അപ്പച്ചന്റെ കാലിന്റെ മുട്ടിന്റെ പരുവ് കരിഞ്ഞത്. എന്നാ കാതറൻ കുൾമാനം ബെന്നീന് അല്ലെങ്കിൽ മോഗയൊക്കെ വന്ന് നിൽക്കുമ്പോഴത്തേക്ക് അന്ന് ആയിരങ്ങൾ അങ്ങ് സൗഖ്യമാവും. സഭയുടെ അതാണ് അതോറിറ്റി, അതാണ് ആ ഡൈനാമിക് പവർ. നമുക്ക് ആ ഡൈനാമിക് പവർ ഉണ്ടാവണം. നമ്മൾ ശുശ്രൂഷകരായ നമുക്ക് ഡൈനാമിക് പവർ ഉണ്ടാവണം. നമുക്ക് എത്ര നാൾ 21 ദിവസം നമുക്ക് 21 പേർക്ക് രോഗം വരുവാണെങ്കിൽ സഭയിൽ 20-30 പേരുണ്ട്. ഓരോരുത്തർക്ക് 30 പേർക്ക് നമ്മൾ 21 ദിവസക്കാലം ഉപവസിക്കാൻ പറ്റുമോ? എന്നാ സഭ 365 ദിവസം ഉപവാസത്തിലായിരിക്കും ഓരോരുത്തരെ സൗഖ്യമാക്കാൻ വേണ്ടി. നമ്മുടെ കാഴ്ചപ്പാടേ മാറണം. നമ്മുടെ വാക്കുകൾ കൊണ്ട് ദുരാത്മാവ് പുറത്തു വരണം. നമ്മുടെ വാക്കുകൾ കൊണ്ട് രോഗികൾ സൗഖ്യമാകണം. അതെങ്ങനെയാണ്? ഡൈനാമിക് പവർ നിങ്ങളിൽ വരണം. നമ്മൾ ഈ പ്രവർത്തികളുടെ പുസ്തകത്തിൽ 1-8 വാക്യത്തിൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി, ഡൈനാമിക് പവർ ആകും. നിങ്ങളുടെ മുകളിൽ പരിശുദ്ധാത്മാവ് വരുന്നുണ്ടോ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ദൈവസാന്നിധ്യമല്ല ഞാൻ പറയുന്നത്, ശക്തിയുടെ കാര്യം ഞാൻ പറയുന്നത്. ഡൈനാമിക് പവർ വരുന്നു നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ദൈവസാന്നിധ്യം വ്യത്യാസമുണ്ട്, പവറിന് വ്യത്യാസമുണ്ട്. ഈ പ്രസൻസ് എന്ന് പറഞ്ഞാൽ യേശു ദൈവത്തിന്റെ സാന്നിധ്യം, അതല്ല ശക്തി. സിസ്റ്റർ ലൈൻ പോയല്ലോ. സിസ്റ്റർ ലൈൻ ഇടയ്ക്കിടയ്ക്ക് പോകുന്നുണ്ട്. ഓക്കെ, അപ്പൊ പവറിന് വ്യത്യാസമുണ്ട്, പ്രസൻസിന് വ്യത്യാസമുണ്ട്.
difference in power and the presence. ഉള്ളിൽ വസിക്കുന്ന ആത്മാവിന് വ്യത്യാസമുണ്ട്. The Holy Ghost is കേക്കാം. എന്താ സിസ്റ്ററിന്റെ ഫോൺ ഒന്ന് കുഴപ്പമുണ്ടോ? അതോ ഫോൺ വരുന്നുണ്ടോ? ലൈൻ വരുന്നുണ്ടോ? അപ്പൊ പ്രവൃത്തി 1:8 പരിശുദ്ധാത്മ നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിക്കും. നിങ്ങൾ യെരൂശലേമിലെ യഹൂദയിൽ എല്ലായിടത്തും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം സാക്ഷികളാവും. നിങ്ങൾ വായിച്ചിട്ടുണ്ടോ റോമാലേഖനത്തില് 1:20 നമ്മൾ വായിക്കുന്ന എന്താണ്? ലോക സൃഷ്ടി മുതൽ ദൈവത്തിന്റെ അദൃശ്യ ഗുണങ്ങൾ അവന്റെ നിത്യശക്തിയും ദിവ്യത്വവും വ്യക്തമായി കാണപ്പെടുന്നു. Chapter 1 verse 20, the presence of God, the mighty power of God is manifested through the creation on the planet. അതുകൊണ്ട് നിങ്ങൾ ആരും പറയരുത് എനിക്ക് കഴിവില്ലാത്ത ആളെന്ന് പറയരുത്. Don't say I'm a powerless. നിങ്ങളെല്ലാം കഴിവുള്ള വ്യക്തികളാണ്. നിങ്ങളെല്ലാം ആരോ നിങ്ങളെ ചെറുപ്പം മുതലേ നിങ്ങൾ പൊട്ടന്മാരാണ്, പൊട്ടികളാണ്, കഴിവില്ലാത്തവരാന്ന് പറഞ്ഞ് പഠിപ്പിച്ചു പോയി. നിങ്ങളെല്ലാം കഴിവുള്ളവരാ. You are people, but somebody taught you, lied to you from the childhood that you are useless person. See, നോക്കിയ Romans 1:20 പറയുന്നത്, for since the creation of the word God's invisible qualities as eternal power and divine nature have been clearly seen, being understood from what has been made, so that people are without excuse. Amen. And so all this creation is understood by the things that are made, even His eternal power and God, and so that they are without excuse. ഇനി മേല നിങ്ങൾ പറഞ്ഞു പോരുത് ഞാൻ കഴിവില്ലാത്ത ആളെന്ന് പറയരുത്. And don't say I'm a useless person. ഞാൻ ഡോക്ടറല്ല, എന്നാലും ഞാൻ നഴ്സുമാരോട് പറയുന്നുണ്ട്, ഞാനൊരു ഡോക്ടർ എന്നെ ഒരു 10 പ്രാവശ്യം ഒരു ഓപ്പറേഷൻ ചെയ്ത് കാണിച്ചാൽ ഞാൻ ചെയ്യും. If a doctor show me how to do surgery, I will do after seeing it 10 times. ഞാനൊരു പൈലറ്റ് അല്ല, പക്ഷെ നിങ്ങളൊരു 10 പ്രാവശ്യം ഒരു പൈലറ്റ് നിങ്ങൾ ഫ്ലൈറ്റ് ഓടിക്കാൻ എന്നെ കാണിച്ചെന്ന് ഞാൻ ഓടിക്കും. I'm a pilot, but if you show me 10 times how to fly a plane, I'll do that. That is dynamis power. That's the dynamis power. നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളൊന്നും ലോകത്തിലെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും. There's nothing you cannot do. Everything you can do. നമ്മൾ പ്രാർത്ഥിച്ച രോഗികൾ സൗഖ്യമാകും ഡുനാമിസ് പവർ ഉണ്ടെങ്കിൽ. If you pray, sick people will be healed. നിങ്ങൾ പ്രാർത്ഥിച്ചാൽ നമ്മൾ പ്രാർത്ഥിച്ച ഇല്ലാത്ത ഓർഗൻസ് മടങ്ങി വരും. They restore the when there is no organ, it will come back. ഹല്ലേലൂയ. സോ നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ഈ ഭൂതങ്ങൾ പുറത്തു വരും. The devil will come out when you pray. നിങ്ങൾ പ്രാർത്ഥിച്ചാൽ നിങ്ങൾ മരിച്ചവരെ എഴുന്നേൽക്കും. ഡുനാമിസ് പവർ ആണ്. Dead people will be resurrected because of dynamis power. നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റേറ്റ്, നിങ്ങളുടെ കൺട്രി നിങ്ങളുടെ അവകാശമാക്കി മാറ്റും. അത് ഡുനാമിസ് പവർ ആണ്. Whatever you're seeing, you can inherit. That you're on through the dynamis power. നിങ്ങൾ നിങ്ങളുടെ കരവേലത്തിൽ പറ, നിങ്ങൾ എവിടെയാണല്ലോ, നിങ്ങളിപ്പോ കേരളത്തിലാണ് പറയും, കേരളം എന്റെ അതോറിറ്റിയിലാന്ന് പറ. This Kerala is under my authority. കേരളം എന്റെ ഡൊമിനിയനിലാന്ന് പറ. Is under my dominion. നിങ്ങൾ പറ, നിങ്ങൾ ടെക്സസിലാണ് പറഞ്ഞത്, ടെക്സസ് എന്റെ അണ്ടറിലാണ്. Texas is under my dominion. മനസ്സിലായോ? ടെക്സസ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഗവൺമെന്റ് അവിടുത്തെ ജനങ്ങളെല്ലാം എന്റെ അണ്ടറിലാണ്. That is the government and the people. നിങ്ങൾ പറ, നിങ്ങൾ 50 സ്റ്റേറ്റുകൾ എന്റെ അണ്ടറിലാണ്. അപ്പൊ അതിന് പ്രസിഡന്റ് പോലും എന്റെ അണ്ടറിലാണ്. മനസ്സിലായോ? These 50 states are under my dominion. അതാണ് ഡുനാമിസ് പവർ. That is dynamis power. അതാണ് യേശു നമ്മളെ ആദ്യം വെളിപ്പാട് കാണിച്ചത്. യേശുവിന്റെ കരത്തിലാണ് ഈ ഭൂമി ഇരിക്കുന്നത്. God showed me the revelation, the vision first, and the whole earth is in the palm of God. അതുകൊണ്ടാണ് യേശു ആദ്യം കാണിച്ചത്, നിങ്ങളൊക്കെ എന്റെ കയ്യിൽ എഴുതി വെച്ചിരിക്കുകയാണ്. That's what Jesus showed. അതുകൊണ്ടാണ് യേശു പറയുന്നത് എല്ലാം എന്റെ കയ്യിൽ എഴുതി വെച്ചിരിക്കുകയാണ്. Amen. So everything is, so Jesus is holding everything on His palm. സോ ആ പവർ നമുക്ക് തന്നിരിക്കുന്നു, അതോറിറ്റി. And God gave me that authority. ഹല്ലേലൂയ. ആ ഡുനാമിസ് പവർ ദൈവം തന്നിരിക്കുന്നത്. God gave me that dynamis power. നിങ്ങളത് ഉപയോഗിക്കാത്തതുകൊണ്ടാണ് നിങ്ങൾ അറിയാത്തത്. You don't know. നിങ്ങൾ ഇന്ന് മുതൽ ഉപയോഗിച്ചു തുടങ്ങിക്കുക, നിങ്ങൾക്ക് വ്യത്യാസം കാണാൻ പറ്റും. Start using it and you will see the change in your life. ഹല്ലേലൂയ. എനിക്കത് ജെഫ്രി ആണെന്ന് തോന്നുന്നു. ഒരു ഹോസ്പിറ്റലിൽ പുള്ളി ചെന്നപ്പോഴത്തേക്ക് അദ്ദേഹത്തിന് ആരെ കാണാൻ ചെന്ന അവർ പറഞ്ഞു, നിങ്ങൾക്ക് ഇപ്പൊ അഡ്മിഷൻ ഇല്ല, ആ രോഗിയെ കാണാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. Person came to visit the patient in a hospital. He said, you cannot see the patient. യു കെയിലുള്ള ജെഫ്രി ആണെന്ന് തോന്നുന്നു, യു കെയിലുള്ള ദേവദാസനാന്ന് തോന്നുന്നു. അദ്ദേഹം ആ റിസപ്ഷനിലെ ടേബിളിൽ ഒറ്റ കൈയടിച്ചിട്ട് പറയും, യേശുയുടെ നാമത്തിൽ ഈ ഹോസ്പിറ്റൽ ക്ലോസ് ചെയ്യാന്ന് പറയും. His name may be Jeffrey from UK. He hit the table and the hospital said, this hospital is closed. 3 മാസത്തിനുള്ളിൽ ഹോസ്പിറ്റൽ ക്ലോസ് ചെയ്തെന്ന് അവിടെ. The
disclosed. കാരണം 3 മാസത്തിനുള്ളിൽ അവിടെയുള്ള രോഗികളെല്ലാം സൗഖ്യമായി. അവിടെ ആരും പിന്നെ രോഗികൾ ചെല്ലുന്നില്ല. അവിടെ എല്ലാ ദേശം മുഴുവൻ സൗഖ്യമായി. Sick people are healed in 3 months and they don't നിങ്ങളെ ഉപയോഗിക്കണം, നിങ്ങൾ വില കൊടുക്കുക. ഒരു ദിവസം പറഞ്ഞ കർത്താവ് ഈ ദേശത്തിന് ഉപയോഗിക്കണം. പുള്ളി എന്ത് ചെയ്യുന്നോ, ഒരു 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 ലോഡ്ജിൽ പോയി റൂം എടുത്തിട്ട് അദ്ദേഹം ഉപവസിക്കാൻ തുടങ്ങി. said, Lord, this Lord belongs to me, and he took a lodge. ഒരു മാസം അദ്ദേഹം 7 ദിവസമായി, 10 ദിവസമായി, 21 ദിവസമായി, 40 ദിവസമായി ഉപവസിച്ച് കർത്താവിന്റെ നിന്ന് മറുപടി ഒന്നുമില്ല. 7 days, 10 days, 21 days, 40 days, but there is no answer from God. അതെ, 40 ദിവസം മുറിക്കാത്ത ഉപവസിച്ചുകൊണ്ടിരിക്കുക. എന്നെ ഉപയോഗിക്കണമെന്ന് പറഞ്ഞു. മനസ്സിലായി, ഉപയോഗിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് He's telling God, Lord, use me. He has been fasting. അവസാനം അദ്ദേഹം 50 ദിവസം കഴിയുമ്പോഴത്തേക്ക് വെളിയിൽ ചാടി. 50 days he came out. അദ്ദേഹം നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ആ ഗ്രാമം, അദ്ദേഹത്തിന്റെ ആ ടൗൺ മുഴുവൻ വ്യത്യാസമായി. Then this village and town is all changed. അവിടുത്തെ സിനിമാ കോട്ടകളെല്ലാം അടച്ചു. The place അവിടുത്തെ ബാർ, അവിടുത്തെ കള്ള് ഷാപ്പുകളെല്ലാം അടച്ചു. is closed. അവിടുത്തെ എല്ലാവിധ അഡൾട്ടറി സ്ഥാപനങ്ങൾ അടച്ചു. Tuition and adoption, everything is closed. അവിടെയുള്ള ജനങ്ങളെല്ലാം മാനസാന്തരപ്പെടാൻ തുടങ്ങി. സോ അതാണ് ഡുനാമിസ് പവർ. നിങ്ങൾ ഉപവസിക്കുന്നത് എന്തിനാ? നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഡോക്ടറാക്കാൻ വേണ്ടിയാണോ? നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് അഡ്മിഷന് വേണ്ടിയാണോ? നിങ്ങളുടെ സൗഖ്യത്തിന് വേണ്ടിയാണോ? നിങ്ങളുടെ ദൈവരാജ്യത്തിന് വേണ്ടി, നിങ്ങൾ ആത്മാക്കൾക്ക് കൊണ്ട് ഉപവസിക്കുക. കർത്താവ് എന്നെ ഉപയോഗിക്കണം, ഈ കൺട്രിയിൽ ഉപയോഗിക്കണം, എന്നെ ഈ സ്റ്റേറ്റിൽ ഉപയോഗിക്കണം, എന്നെ ഈ രാജ്യത്തിനുവേണ്ടി ഉപയോഗിക്കണം, എന്നെ ഈ ടൗൺ വേണ്ടി ഉപയോഗിക്കണം. നിങ്ങളൊന്ന് ഉപവസിച്ച് പ്രാർത്ഥിച്ചു നോക്കിക്കുക. ദൈവത്തിന്റെ ഡുനാമിസ് പവർ നിങ്ങൾ ഇറങ്ങി വരുവാനിടയാവും. To doctor or engineer, but hallelujah, change again his laws, Lord. Then the dynamis power will be upon you. നിങ്ങളുടെ സഭ നിങ്ങളൊന്ന് 3 ദിവസം അല്ലെങ്കിൽ 7 ദിവസം 10 ദിവസം 21 ദിവസം ഒന്ന് ഉപവസിച്ച് നോക്കി. എന്തിനു വേണ്ടിയാണ്? ഈ ദേശം ഞങ്ങൾക്ക് വേണം എന്ന് നിങ്ങൾ ഉപവസിച്ച് നോക്കിയേ. ദേശം നിങ്ങൾക്ക് ദൈവം തരുവാനിടയാവും. For your glory, then fast for 3 days, 7 days, 21, 10 days, then you see the land is for the glory of God. ഹല്ലേലൂയ. നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ്, നമ്മുടെ ആറ്റിറ്റ്യൂഡൊക്കെ ഒന്ന് മാറട്ടെ. ദൈവത്തിന് വലിയ അത്ഭുതങ്ങൾ കാണാൻ പറ്റും. God will change your attitude. Even if യഹൂദന്മാർ അടയാളങ്ങൾ ആവശ്യപ്പെടുന്നു, ഗ്രീക്കുകാർ ജ്ഞാനം അന്വേഷിക്കുന്നു, ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. the Jews asking for signs and hallelujah, the other people they are asking for wonders, but I അതാണ് ഡുനാമിസ് പവർ. understand that is dynamic power. അതുകൊണ്ടാണ് അവിടെ ഇരിക്കുന്നത്. എന്താണ്? യഹൂദന്മാർക്ക് ഇടർച്ചയും ജാതികൾക്ക് ഭോഷത്വവും, എന്നാൽ ദൈവം വിളിച്ച യഹൂദന്മാർക്കും ഗ്രീക്കുകാർക്കും ക്രിസ്തു ദൈവത്തിന്റെ ശക്തിയും ദൈവജ്ഞാനമാണ്. Jews is a stumbling block for the heathen, hallelujah, it's a shame, but for those who believe is the power of God. 2 കൊരിന്ത്യർ 1:12-9 വായിക്കുക. എന്നാൽ ദൈവം പറയുന്നത് എന്താണ്? എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതയിൽ പൂർണ്ണത പ്രാപിക്കുന്നു. എന്താണ് അത്? ഡുനാമിസ് പവർ. അത് 2 Corinthians chapter 12 says, my grace is sufficient for you, my weakness is made perfect. My strength is made perfect in your weakness. കണ്ടോ, എല്ലാ ബലഹീനതകളും എല്ലാ പാവങ്ങളും നീ തകർക്കണമെങ്കിൽ യേശുവിന്റെ ആ ഡുനാമിസ് പവർ നീ പ്രാപിച്ചെടുക്കണം. With the dynamis power, you can break every sins, every bondage. നീ എന്തുകൊണ്ടാ ബലഹീനതയപ്പോ? നീ എന്തുകൊണ്ട് പാപം ചെയ്യുന്നത്? നിനക്ക് പവർ ഇല്ലാത്തതുകൊണ്ടാ. Why are you sinning? Because you have no. നീ വചനം മാത്രം നടന്നു കഴിഞ്ഞാൽ നീ പാപത്തിൽ വീണുകൊണ്ടിരിക്കും. പക്ഷെ നിനക്ക് ഡുനാമിസ് പവർ നിന്നിൽ ഉണ്ടെങ്കിൽ, പരിശുദ്ധാത്മാവിന്റെ ശക്തി നിന്നിൽ ഉണ്ടെങ്കിൽ നീ പാപത്തിൽ വീഴത്തില്ല. നീ ഏത് മ്ലേച്ഛതയെ കൊണ്ടിട്ടാലും നീ അതിനകത്ത് ഓടിപ്പോകും. If you have the dynamis power is upon you, you have the power to say no to sin. Otherwise you will fall in the sin. അതുകൊണ്ടാണ് ജോസഫ് പാപത്തിൽ വീഴാതെ ഓടി. കാരണം എന്താ? ഡുനാമിസ് പവർ, ദൈവസാന്നിധ്യം അവന്റെ കൂടെ ഇരുന്നതാ പറയുന്നത്. Joseph fled from the sinful opportunity because the dynamis power was upon him. ക്രിസ്തുവിന്റെ ശക്തി നമ്മുടെ മേൽ വാസിക്കുമ്പോൾ എന്താണ്? നമ്മളെ ബലഹീനതകളെ കുറിച്ച് ഞാൻ കൂടുതൽ സന്തോഷിക്കും. പൗലോസ് പറഞ്ഞത്. Rejoice in the weakness of my. ഇനി നിങ്ങൾക്ക് പ്രാർത്ഥനയ്ക്ക് ഏറ്റവും വേഗത്തിൽ നിങ്ങൾക്ക് മറുപടി കിട്ടണോ? ഡുനാമിസ് പവർ നിങ്ങൾ പ്രാപിച്ചെടുക്കുക. എഫേസ്യ ലേഖനം 3:20-21 നിങ്ങൾ വായിച്ചു നോക്കിയേ. നമ്മിൽ പ്രവർത്തിക്കുന്ന തന്റെ ശക്തിയാൽ നാം ചോദിക്കുന്നതിലും നിരൂപിക്കുന്നതിലും അത്യന്തം അധികമായി ചെയ്യാൻ കഴിയുന്ന സഭയിലും ക്രിസ്തുയേശുവുമായി തലമുറയായി എന്നേക്കും മഹത്വം ഉണ്ടാകട്ടെ. നോക്കിയേ, അത് ഡൈനാമിക്സ് പവർ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്താണ്? ശക്തിയാൽ നമ്മൾ പ്രവർത്തിക്കുന്ന തന്റെ ശക്തിയാൽ ചോദിക്കുന്നതിലും നിരൂപിക്കുന്നതിലും അത്യന്തം അധികമായി ചെയ്യാൻ കഴിയുവൻ. കണ്ടോ, നിങ്ങൾക്ക് ചോദിക്കുന്നതിലും നിരൂപിക്കുന്നതിലും അത്യന്തപരമായി അതിനപ്പുറമായി നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ ഡൈനാമിക്സ് പവർ ആവശ്യമാണ്. Able
to do exceeding abundantly above all that we ask or think, according to the mighty power that worketh in us. തിമോത്തി 1:7 പറഞ്ഞ ദൈവം നമുക്ക് നൽകിയ ആത്മാവ് നമ്മെ ഭീരുക്കളാക്കുന്നില്ല, മറിച്ച് നമുക്ക് ശക്തിയും സ്നേഹവും ആത്മശിഷ്ടവും നൽകുന്നു. ആ ശക്തി എന്ന് പറഞ്ഞാൽ ഡ്യുനാമിസ് പവറാ. 2 Timothy 1:7 says, the spirit of God is not the spirit of fear, but the spirit of power, love, and sound mind. That is the dynamis power. ഹല്ലേലൂയ. അതുകൊണ്ട് ഡ്യുനാമിസ് പവറിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ പോകും. നിങ്ങൾ എല്ലാവരും ഇന്ന് പൽക്കാലം ഡ്യുനാമിസ് പവറിന് വേണ്ടി പ്രാർത്ഥിക്കണം. I'm going to pray for dynamis power. ഹല്ലേലൂയ. നോക്കി എബ്രായലേഖനം 1:3 എന്താ പറയുന്നത്? ദൈവത്തിന്റെ മഹത്വത്തിന്റെ പ്രഭയും അവന്റെ സത്യയുടെ നിദാനവുമാണ് പുത്രൻ എന്ന് പറയുന്നത്. അവിടെ പറയുന്നത് അവൻ തന്റെ ശക്തിയുള്ള വചനത്താ സകലത്തെയും നിലനിർത്തുന്നു. അത് ഡ്യുനാമിസ് പവറാ. ലോകത്തിലെ സകലത്തെ നിലനിർത്തിക്കുന്ന ഡ്യുനാമിസ് പവറിലായി. ഭൂമിയും ചന്ദ്രനും ഇടിക്കുന്നില്ല, അല്ലെങ്കിൽ നക്ഷത്രങ്ങൾ നമ്മൾ കൂട്ടിമുട്ടുന്നില്ല. അല്ലെ നോക്കി, ഇതെല്ലാം ഗുരുത്വാകർഷണം, നമ്മൾ ഗുരുത്വാകർഷണം എന്നാണ് പറയുന്നത്. പക്ഷെ ഇതെല്ലാം എന്താണ്? ഡ്യുനാമിസ് പവറിലാണ്. Hitting each other because God is holding everything by the word of His power. That's the dynamis power. അവിടെ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെല്ലാം നിങ്ങൾക്ക് ആവശ്യമാണോ, നിങ്ങൾ ഡ്യുനാമിസ് പവർ പ്രാപിച്ചെടുത്തിട്ട് കർത്താവിനോട് ചോദിച്ചു നോക്കി, കർത്താവ് തരുവാനിടയാവും. Ask God, then with the dynamis power, you receive everything from God. ഹല്ലേലൂയ. അല്പസമയം നോക്കിയേ, നമുക്കിപ്പം അടുത്ത നമ്മളൊരു 1 hour 45 1 hour നമ്മൾ ഇത് മാത്രം നിങ്ങൾ പ്രാർത്ഥിക്കുകയുള്ളൂ. കർത്താവ്, എനിക്ക് അതോറിറ്റി വേണം, ഡ്യുനാമിസ് പവർ വേണം. എനിക്ക് അതോറിറ്റി വേണം, ഡ്യുനാമിസ് പവർ വേണം. ഇത് നമ്മൾ ആത്മാവിൽ പ്രാപിക്കാൻ പോകാം. ഇത് മാത്രം നിങ്ങൾ ചോദിച്ചാൽ, വേറെ ഒന്നും ചോദിക്കുക. അന്യഭാഷ പറയുമ്പോൾ ഇത് മാത്രം ചോദിക്കുക. അതിനുശേഷം നമുക്ക് സമയം വേർതിരിക്കാം കേട്ടോ. നിങ്ങളുടെ മേൽ ഡ്യുനാമിസ് പവർ വരുമ്പോൾ നിങ്ങൾ സൗഖ്യമാവും, ഓട്ടോമാറ്റിക്കായിട്ട് സൗഖ്യമാവും. നിങ്ങൾ ഡ്യുനാമിസ് പവർ വരുമ്പോൾ നിങ്ങളുടെ മുടി കൊഴിച്ചിൽ മാറും. നിങ്ങൾ ഡ്യുനാമിസ് പവർ വരുമ്പോൾ നിങ്ങളുടെ എല്ലാ പാരമ്പര്യ ബന്ധങ്ങളും അഴിയും. നിങ്ങൾ ഡ്യുനാമിസ് പവർ വന്നു കഴിയുമ്പോൾ നിങ്ങൾ പൈശാചിക ശക്തികളിൽ നിന്ന് സ്വതന്ത്രമാവും. ഞാൻ പറഞ്ഞത് പവർ വേണം. പവർ വന്നെങ്കിൽ മാത്രമേ വിടുതൽ കിട്ടത്തുള്ളൂ. ഞാൻ കഴിഞ്ഞ ഞായറാഴ്ച ഹീലിംഗ്സ് എക്സ്പീരിയൻസ് ഇട്ടിരിക്കുക. ഈ കഴിഞ്ഞ 2 ദിവസം മുന്നേ ഞാൻ ഹീലിംഗ്സ് എക്സ്പീരിയൻസ് ഇട്ടിരിക്കുക. ഒരാഴ്ചയായിട്ട് ഞാനത് കിടന്നപ്പോൾ എഴുന്നേറ്റപ്പോൾ എങ്ങനെയാ സംഭവം, എന്റെ ബാക്ക് ഇടറവോ എന്തോ ചെയ്തു. ഭയങ്കര പെയിൻ ആയിരുന്നു, ബാക്ക് പെയിൻ ആയിരുന്നു. സാറിന് എനിക്ക് ബാക്ക് പെയിൻ ഒന്നും ഇല്ലാത്ത ആളാണ്. പക്ഷെ പെട്ടെന്ന് ഇങ്ങനെ എഴുന്നേൽക്കുകയോ ഇരിക്കുകയോ എന്തോ കിടന്നപ്പോൾ ഇടറോ എന്തോ ചെയ്താ. കർത്താവേ, ഞാൻ സഭായോഗത്തിൽ ചെന്നിട്ട് ഞാൻ അപ്പാ എന്നെ തുടർന്നെന്ന് പറയും. ഉടനെ പരിശുദ്ധാത്മാവിന്റെ ഡ്യുനാമിസ് പവർ എന്നിൽ വന്നു. ആ സ്പോട്ട് എവിടെയാണ്? ആ സ്പോട്ട് നോക്കിയേ, എവിടെയാണ് ഇറച്ചി, എവിടെയാണ് നരമ്പ് വിലങ്ങി കിടക്കുന്നത്, അത് കർത്താവ് എടുത്തു മാറ്റി. അന്നേരം മാറ്റി. സെക്കൻഡുകൾക്കുണ്ടല്ലേ. നിങ്ങൾ ഡ്യുനാമിസ് പവറിന് വേണ്ടി പ്രാർത്ഥിക്കും. നിങ്ങളുടെ ഏത് രോഗമെന്താണ് കർത്താവ് എടുത്ത് മാറ്റുവാനിടയാവും. ഇല്ലാത്ത അവയവങ്ങൾ മടക്കി തരുവാനിടയാവും. നിങ്ങൾക്ക് ജ്ഞാനമില്ലെങ്കിൽ ദൈവം ജ്ഞാനം തരും. നിങ്ങൾ 10 മണിക്കൂർ പഠിക്കേണ്ടത് നിങ്ങൾ 2 മണിക്കൂർ പഠിച്ചാൽ മതി. ബാക്കി ദൈവത്തിന്റെ വിസ്തുവാ നിങ്ങൾക്ക് തരുന്നത്, ഡ്യുനാമിസ് പവർ ഉണ്ടെങ്കിൽ. ഹല്ലേലൂയ. ഞാൻ വന്ന് ഈ വീട്ടിൽ നിന്ന് ഹാർഡ് വർക്ക് ചെയ്യുന്ന ആളൊന്നും അല്ലായിരുന്നു. പക്ഷേ എന്താണ്, ക്ലാസ്സിൽ ഇരുന്നാൽ മതി, ദൈവത്തിന് ഡ്യുനാമിസ് പവർ തരുമായിരുന്നു എനിക്ക്. നമ്മൾ ഈ പറയുന്ന മെസ്സേജ് തന്നെ ഡ്യുനാമിസ് പവർ. ഇറ്റ്സ് നോട്ട് ബൈ പ്രിപ്പറേഷൻ. ഹലോ, താങ്ക് യു ജീസസ്. ഹലോ, സിസ്റ്റർ പോയല്ലോ, പിന്നെയും പോയല്ലോ. ഓക്കെ, എല്ലാവരും മ്യൂട്ട് ഓപ്പൺ ചെയ്താലോ. സിസ്റ്റർ ഫോണിന് അതിനൊട്ടേന്ന് കംപ്ലൈന്റ് ഉണ്ട്. അത് പിശാചിന്റെ പോരാണ് ഈ ശാസിക്കുന്നതിനെ. സിസ്റ്ററിന്റെ ഫോണിനാണോ അത് മൈക്കിനാണോ അറിയത്തില്ല, ഇത് വയർലെസ്സിനാണോ അറിയത്തില്ല. ഇടയ്ക്കിടയ്ക്ക് സിസ്റ്ററിനെ കട്ടായി പോകുന്നുണ്ട്. വയർലെസ്സിനാണോ ഫോണിനാണോ അറിയത്തില്ല. അത് എനിവേസ്, കർത്താവിന്റെ കാര്യങ്ങളോട് ഏൽപ്പിച്ചു കൊടുത്തു. എല്ലാവരും എന്റെ ഭാഷയിൽ പറഞ്ഞ ഈ ഡ്യുനാമിസ് പവറും അതോറിറ്റിയും പ്രാർത്ഥിച്ചാൽ ഉറക്കാം. എല്ലാവരും മ്യൂട്ട് ഓപ്പൺ ചെയ്താൽ നിങ്ങൾ മറ്റു വിഷയങ്ങളൊന്നും പ്രാർത്ഥിക്കണ്ട. ഇപ്പോൾ ഓൺലി ഡ്യുനാമിസ് പവർ. കർത്താവ് പറഞ്ഞ കർത്താവ് ഡ്യുനാമിസ് പവർ വേണം. അതുപോലെ അതോറിറ്റി വേണം. വേറെ ഒന്നും വേണ്ട.
എല്ലാവരും സ്റ്റാർട്ട് ചെയ്താൽ റഖമാന ശബല ബാല ബാല ബാല. പൗരോഹിത്യ ശക്തികളെ പാരമ്പര്യ ശക്തികളെ ശാസി ക്യാൻസറുകൾ സൗഖ്യമായി, ട്യൂമറുകൾ സൗഖ്യമാകട്ടെ, ഐ പ്രോബ്ലമുകളുടെ സൗഖ്യമാകട്ടെ. യേശുവിന്റെ നാമത്തിൽ സൗഖ്യം വ്യാപരിക്കുന്നു. ഡൈനാമിക് പവർ നിങ്ങളിൽ വ്യാപരിക്കുന്നു. ഡൈനാമിക് പവർ നിങ്ങളിൽ വ്യാപരിക്കുന്നു. ഹോളി സ്പിരിറ്റ് ഹാസ് നൗ be heal your people, be deliver your people in Jesus mighty name. There is a power is moving now. Yes, there is healing power is moving now. There is deliverance right now. Demons come out, irritate come out. Oh, Satan's come out now in the name of Jesus. എല്ലാ ദുഃഖങ്ങളും തകർന്ന് ഒടിഞ്ഞു മാറും. In the name of Jesus. Power receive that. Dynamis power. Receive the power of dynamis. Authority power. യേശുവിന്റെ അതോറിറ്റി റിസീവ് ചെയ്താലും, ഈ ഭൂമിയിലെ സകല അതോറിറ്റി റിസീവ് ചെയ്താലും, ഈ ഭൂമിയിൽ മേലുള്ള അതോറിറ്റി റിസീവ് ചെയ്താലും, ഈ ഭൂമിയിൽ മേലുള്ള അതോറിറ്റി റിസീവ് ചെയ്താലും, സൈറ്റൻ നിനക്കല്ല അതോറിറ്റി, ഞങ്ങൾക്ക് അതോറിറ്റി. എല്ലാവരും പറ, സൈറ്റനെ നിനക്കല്ല അധികാരം, എനിക്കാണ് അധികാരം. ഈ ടെക്സസ് മേൽ എനിക്കാണ് അധികാരം, USA മേൽ എനിക്കാണ് അധികാരം. യേശുവിന്റെ നാമത്തിൽ ഇന്ത്യയിൽ മേൽ എനിക്ക് അധികാരമാണ്. യേശുവിന്റെ നാമത്തിൽ ഇന്ത്യയിൽ എനിക്ക് അധികാരമാണ്. ഇന്ത്യയിൽ മേൽ എനിക്ക് അധികാരമാണ്. ഓ ഹല്ലേലൂയ. ഭൂമിയിൽ മേൽ എനിക്ക് അധികാരമുണ്ട്. ഭൂമിയിൽ എവിടെ കാലുകുത്തിയാലും എനിക്ക് അധികാരമുള്ള. ശൈത്യനെ നീ മാറി നിൽക്കുക. യേശു എനിക്ക് അധികാരം കൈമാറിയിരിക്കുകയാണ്. യേശു എനിക്ക് അധികാരം കൈമാറിയിരിക്കുകയാണ്. In the name of Jesus. എന്റെ ദേശത്തിന് മേൽ എനിക്ക് അധികാരമുണ്ട്. എന്റെ ചർച്ചകളുടെ മേൽ എനിക്ക് അധികാരമുണ്ട്. ഓ ഹല്ലേലൂയ. പൗരോഹിത്യ ശക്തികളുടെ മേൽ ദൈവം അധികാരം തരികയാണ്. പാരമ്പര്യ ശക്തികളുടെ മേൽ ദൈവം അധികാരം തരികയാണ്. പാരമ്പര്യ പള്ളികളുടെ മേൽ ദൈവം അധികാരം തരികയാണ്. കോഴിക്കോടിന് മേൽ ദൈവം അധികാരം തരികയാണ്. ഓ വയനാടിന് മേൽ ദൈവം അധികാരം തരികയാണ്. കേരളത്തിന് മേൽ നിങ്ങൾക്ക് അധികാരം തരികയാണ്. ഓ അന്തരീക്ഷത്തിന് നിങ്ങൾക്ക് അധികാരം തരികയാണ്. കാലാവസ്ഥയെ നിങ്ങൾക്ക് അധികാരം തരികയാണ്. കാലാവസ്ഥയെ നിയന്ത്രിക്കാൻ നിങ്ങൾക്ക് അധികാരം ലഭിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ സൂര്യനെ പിടിച്ചു നിർത്തുവാൻ, ചന്ദ്രനെ പിടിച്ചു നിർത്തുവാൻ, ഓ ജോഷുവ ചെയ്ത പോലെ ചെയ്യുവാൻ. പത്തനംതിട്ട മേൽ അധികാരം. ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ. കോട്ടയത്തിന് മേൽ അധികാരം, ചങ്ങനാശ്ശേരി മേൽ അധികാരം, തിരുവനന്തപുരത്തിന് മേൽ അധികാരം. യേശുവിന്റെ നാമത്തില് കേരളത്തിലെ സകല സ്റ്റേറ്റ് മേൽ അധികാരം, കേരളത്തിലെ സകല ടൗണിൽ മേൽ അധികാരം, സകല പട്ടണത്തിന് മേൽ അധികാരം, ഇന്ത്യയിലെ സകല സ്റ്റേറ്റിന് മേൽ അധികാരം. യേശുവിന്റെ നാമത്തില് അമേരിക്കയിലെ 50 സ്റ്റേറ്റിന് മേൽ അധികാരം. യേശുവിന്റെ നാമത്തിൽ ചൈനയിൽ മേൽ അധികാരം. ഓ ഹല്ലേലൂയ. റബന ഹസ്തിനി. ജർമ്മനി മേൽ അധികാരം, ഓസ്ട്രേലിയ മേൽ അധികാരം, കാനഡ മേൽ അധികാരം. യേശുവിന്റെ നാമത്തില് 192 രാജ്യങ്ങളുടെ മേൽ അധികാരം, സകല ഭൂമിയിൽ മേൽ അധികാരം. യേശുവിന്റെ നാമത്തിൽ അധികാരത്തിന്റെ ശക്തി. കാലിന്റെ അടി പാമ്പ്. നിങ്ങളുടെ കാലിന്റെ അടി നിങ്ങൾ പാമ്പിനെ ചവിട്ടി പിടിച്ചിരിക്കുക. സൈറ്റൻ നിങ്ങളുടെ കാലിന്റെ അടിയില്ല. വിളിച്ചു പറ, സൈറ്റനെ നീ എന്റെ കാലിന്റെ അടിയില്ല, നിന്നെ ചവിട്ടുന്നു. യേശുവിന്റെ നാമത്തിൽ ചവിട്ടുന്നു. സാത്താൻ നിങ്ങളുടെ കാലിന്റെ അടിയില്ല. കർത്താവ് കാണിക്കുന്ന പാമ്പ് നിങ്ങളുടെ കാലിന്റെ അടിയില്ല. നിങ്ങൾക്ക് എന്ത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്? ഷീല സിസ്റ്ററെ. നിങ്ങൾ ദൈവത്തിന്റെ അതോറിറ്റി പ്രാപിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾ ഡൊമൈനിയൻ പവർ വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ഈ കർത്താവ് നിങ്ങൾ ഓരോരുത്തരുടെ മേൽ ഇങ്ങനെ ഈ ഓട്ടക്കാർ ജയിച്ചു കഴിയുമ്പോൾ മാലയിടുന്നത് പോലെ ചില റിവാർഡ്സിൽ തന്നുകൊണ്ടിരിക്കുക. I say that Jesus is putting upon you the garland of the flower once you are a winner on the running race. ആമ്പുകൾ നിങ്ങളുടെ കാലിന്റെ അടിയില. All the snakes are under your feet. കർത്താവ് മന്ത്രവാദികൾ നിങ്ങളുടെ കാലിന്റെ അടിയില. Also the witches, the demonic witchcraft under your feet. അധിക ആഭിചാരങ്ങൾ നിന്റെ കാലിന്റെ അടിയില. Sorceries are under your feet. പൗരോഹിത്യ പാരമ്പര്യ ശക്തികൾ, പാപശക്തികളെല്ലാം നിന്റെ കാലിന്റെ അടിയില. All the priesthood, traditional priesthood. കർത്താവ് പറയുന്നു നിങ്ങൾക്ക് കേരളത്തിന് മേൽ ഒരു അധികാരം തരിക. Giving you authority over Kerala. ഇന്ത്യയിൽ മേലൊരു അധികാരം തരിക. Authority over India. ഓസ്ട്രേലിയയിൽ മേലൊരു അധികാരം തരിക. Over Australia. നിങ്ങൾ എല്ലാവരും പറ, 190 രാജ്യങ്ങളിൽ മേൽ ഞങ്ങൾക്ക് അധികാരത്തിനായ സ്തോത്രം. Thank you Jesus for the authority over 190. ഹല്ലേലൂയ. ഇന്ന് നിങ്ങളുടെ മേൽ ഡൈനാമിക് പവർ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. Right now the dynamic power is flowing upon you. Praise God. കർത്താവ് നിങ്ങൾ കരം വെച്ച് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവർ സൗഖ്യമാവും. The sick people will be healed when you lay your hand on. നിങ്ങൾക്ക് എന്തെങ്കിലും രോഗമുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ കൈവച്ച് പ്രാർത്ഥിച്ചാൽ, യേശുവിന്റെ നാമത്തിൽ കരം അവിടെ വെച്ചാലും, if you are in sickness, put your hand upon it,
and pray. യേശുവിന്റെ നാമത്തിൽ കർത്താവ് ഇപ്പോൾ സൗഖ്യം വ്യാപരിക്കട്ടെ. In the name of Jesus. God heal your people right now. Heal me, Lord. Heal me. ഡൈനാമിക് പവർ വ്യാപരിക്കട്ടെ. Dynamis power is യേശുവിന്റെ രക്തത്തിന്റെ ശക്തി ഇവിടെ വ്യാപരിക്കട്ടെ. Jesus. ട്യൂമർ അപ്രത്യക്ഷമാകട്ടെ. All the tumors are ക്യാൻസർ അപ്രത്യക്ഷമാകട്ടെ. all the cancer is gone. വേദനകൾ മാറിപ്പോട്ടെ. All the pain is In gone. the name of Jesus. In the name of Jesus. നിങ്ങൾ കൈകൾ അനങ്ങാൻ പറ്റുന്നതിൽ കൈ അനക്കി നോക്കി. ഇപ്പോൾ സൗഖ്യം വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ്. Move your hands. Sir. നിങ്ങൾ കണ്ണുകൾക്ക് സൗഖ്യം വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ്. God is giving healing upon your eyes. നിങ്ങൾ എവിടെയാണ് നിങ്ങൾക്ക് സൗഖ്യം ആവശ്യം അവിടെ നിങ്ങൾ തന്നെ ചലിപ്പിക്കുക. വിശ്വാസത്താൽ ചലിപ്പിക്കുക അവിടെ. ഹല്ലേലൂയ. ട്യൂമർ അപ്രത്യക്ഷമാകുന്നു. All the tumor is removed. യേശുവിന്റെ നാമത്തിൽ വയറ്റിലെ ട്യൂമറുകൾ അപ്രത്യക്ഷമാകുന്നു. All the tumor in your belly. നിങ്ങളുടെ ഈ എന്താ പറയുന്നത് ഈ വയറിനകത്ത് യൂട്രസിനകത്തെ ട്യൂമറുകൾ അപ്രത്യക്ഷമാവുന്നു. The tumors in your uterus is removed in Jesus' name. നിങ്ങളുടെ തലയ്ക്കകത്തുള്ള അസ്വസ്ഥതകളൊക്കെ മാറുന്നു. The pain and സ്കിൻ ഡിസീസുകൾ യേശു സൗഖ്യമാക്കുന്നു. all the ഇൻ ദ നെയിം ഓഫ് ജീസസ്. നിങ്ങൾ കഴിക്കാൻ പറ്റാത്ത അവസ്ഥകളെല്ലാം മാറട്ടെ. ടേസ്റ്റ് മടങ്ങി വരാൻ പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ആരോഗ്യം മടങ്ങി വരാൻ പ്രാർത്ഥിക്കുക. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഡൈനാമിക് പവർ നിങ്ങളെ ഒഴുകിക്കൊണ്ടിരിക്കുക. ഹോളി സ്പിരിറ്റ് ടച്ച് ചെയ്തുകൊണ്ടിരിക്കുക. എന്റെ കർത്താവ് കാണിക്കുന്നു. കർത്താവ് ഓടി നടന്ന് എല്ലാവരും തൊട്ടുകൊണ്ടിരിക്കുക. യേശു എല്ലാവരും ഓടി നടന്ന് തൊട്ടുകൊണ്ടിരിക്കുക. ശബറബനബ. ഹല്ലേലൂയ. നിങ്ങൾ കാണാത്ത മിറക്കിൾസ് ഒക്കെ ദൈവം ചെയ്യാൻ ആഗ്രഹിക്കുന്നു. 5000 പേരെ പോഷിപ്പിച്ചതുപോലെ പോഷിപ്പിക്കുന്ന ശക്തി നിങ്ങൾ വ്യാപരിക്കുക. നിങ്ങളുടെ കയ്യിൽ ഒന്നുമില്ലായിരിക്കും, പക്ഷെ പോഷിപ്പിക്കുന്ന ഒരു ശക്തി ദൈവം തരാൻ പോവാ. നിങ്ങൾ പറഞ്ഞാൽ സമൃദ്ധിയോടെ ഉണ്ടാവും. നിങ്ങൾ പറഞ്ഞ ശാപങ്ങൾ അഴിഞ്ഞു പോകും. യേശുവിന്റെ നാമത്തില് പൈശാചിക ശക്തി മേൽ അധികാരം ദൈവം തരുക. നിങ്ങൾ കൽപ്പിക്കുമ്പോൾ ഭൂതങ്ങൾ വിട്ടുമാറും. വിശ്വസിച്ചാൽ ഈ ഡൈനാമിക് പവർ ഏറ്റെടുത്താലും നിങ്ങൾ ഓപ്പറേറ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്താലും നിങ്ങൾ അതോറിറ്റി ഓപ്പറേറ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്താലും ഇൻ ദ നെയിം ഓഫ് ജീസസ് കർത്താവിന്റെ കാര്യങ്ങളിൽ സമർപ്പിക്കുന്നു. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. എത്ര പേർക്ക് ഹീലിംഗ്സ് ആയിട്ടുണ്ട്, എത്ര പേർക്ക് ടെസ്റ്റ് മണിയുണ്ട്, എത്ര പേർക്ക് ദൈവസ്ഥാനത്തിൽ മനസ്സിലായി, എത്ര പേർക്ക് ശക്തി പ്രാപിച്ചു, എല്ലാവർക്കും പറയാൻ സമയമുണ്ട്. വേഗത്തിൽ ഓരോരുത്തരായിട്ട് ടെസ്റ്റ് മണി പറഞ്ഞാൽ ശേഷം ദൈവദാസന്മാരുണ്ട്, അവർ സംസാരിക്കും. ആദ്യമേ നിങ്ങൾക്ക് ടെസ്റ്റ് മണി പറയാൻ, പ്രാർത്ഥനാ വിഷയങ്ങൾ പറയാൻ അനദർ 10-15 മിനിറ്റ്സ് ഉണ്ട്. അതിനുശേഷം നമുക്ക് ദൈവദാസന്മാർ സംസാരിക്കും. വേഗത്തിൽ സമയം എടുത്താലും 50 minutes for testimony. Hurry up and do it, and then you go preach. പറഞ്ഞോണ്ട് ദൈവവാസി. എനിക്ക് എന്റെ ഭൂമിയിലേക്ക് എനിക്ക് വന്നാണ്ട് എനിക്ക് അനുഭവപ്പെട്ടു. ആമേൻ. വലിയൊരു ശക്തി എനിക്ക് അതിനുമേലൊരു അതോറിറ്റി, ഒരു അധികാരം വരുന്നത് എനിക്ക് തന്നെ ഫീൽ ചെയ്ത് എനിക്കത് അനുഭവിക്കാൻ പറ്റി. പിന്നെ ഇതിലേക്ക് കയറിയപ്പോൾ തന്നെ പുരാതന ജീവിതത്തിലെ ഒരു കാര്യം ഞാൻ കാണാൻ സാധിച്ചു. ഒരു കാര്യം ഇങ്ങനെ ഉയർന്നു നമ്മളിട്ട് പിന്നെ ഒത്തിരി അനുഗ്രഹങ്ങള് ഇങ്ങനെ മുകളിൽ നിന്ന് ഇങ്ങനെ അങ്ങോട്ട് എഴുതുന്നതല്ല, ഇങ്ങനെ അനുഗ്രഹങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന വരുന്നത് ഞാൻ കാണുന്നത് ഈ ആരാധനയാണ്. എനിക്ക് വലിയൊരു അനുഗ്രഹമായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു. ഞാൻ പറയാം. താങ്ക് യു ദേവദാസി. ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ പൗരോഹിത്യ പാരമ്പര്യ ശക്തികൾ മേൽ എന്നും ദേവദാസി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. കാരണം ഈ പൗരോഹിത്യ സഭകളൊന്നും വിട്ടുപോയതുകൊണ്ട് ആ ഒരു ശക്തി എപ്പോഴും പിന്തുടരും. പക്ഷെ അതിനെ എപ്പോഴും നമ്മൾ ശാസിച്ച് പ്രാർത്ഥിക്കണം അധികം പറയുന്നത്. ആമേൻ. എന്താ പറയുന്നത്, ഈ ചൈനീസ് ഡ്രാഗന്റെ ഒരു സ്പിരിറ്റ് ദൈവദാസി അറ്റാക്ക് ചെയ്യാൻ നോക്കുന്നു. യേശുവിന്റെ നാമത്തിൽ വെട്ടുന്നു. ഞാൻ അതിനെ ഡ്രാഗൺ സ്പിരിറ്റ് ഞാൻ വെട്ടുന്നു യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. ഡ്രാഗൺ സ്പിരിറ്റുകൾ ഞാൻ യേശുവിന്റെ നാമത്തിൽ വെട്ടുന്നു. സൗകര്യം പ്രാർത്ഥിക്കുമ്പോഴത്തേക്ക് രോഗികൾ സൗഖ്യമാവും. ഇനി ഭൂതം പിടിച്ച ഭൂതങ്ങൾ വെളിപ്പെട്ടു വരും. ഭൂതം പിടിച്ച സ്ത്രീകളിൽ നിന്നൊക്കെ ഭൂതങ്ങൾ വെളിപ്പെട്ടു വരും. അലറി വിളിക്കും. ഇനിയിപ്പോൾ അങ്ങനെ ഒരു ഡൈനാമിക് പവർ ഇപ്പോൾ വ്യാപരിക്കുന്നുണ്ട്, തരുന്നുണ്ട് ദൈവം. ആമീൻ. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. ഗോഡ് ബ്ലെസ് യു.
വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? എന്താന്ന് എനിക്ക് പറയാനറിയത്തില്ല. ഒരു ഷിവറിങ്ങും എന്റെ നാക്കൊക്കെ കുഴഞ്ഞു പോകുന്ന പോലെ ഒരു അനുഭവം ഉണ്ടായി. അത് പവർ വരുമ്പോഴാണ് ബ്രദറെ ഷിവറിങ് വരുന്നത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പവർ വരുമ്പോൾ ഷിവറിങ് വരുന്നത്. നാക്ക് കുഴയുന്നത് വെച്ചാൽ പുതുഭാഷകൾ ദൈവം തരാൻ വേണ്ടി. അന്നേരം വേറെ അന്യഭാഷകളിലോട്ട് ബ്രദറെ കൊണ്ടുപോകാൻ പോവാം. ആമീൻ. ഫ്രഞ്ച് ബ്രദർ സംസാരിക്കും. ഫ്രഞ്ച് ഞാൻ കേട്ടിട്ട് പോയി. ഫ്രഞ്ച് സംസാരിക്കും ബ്രദറിന്. അതുപോലെ പരിശുദ്ധാത്മാവിനെ കാണിക്കുന്ന ബ്രദറിന് മേൽ ഒരു തീയുടെ അഭിഷേകം പകർന്നു. തീയുടെ അഭിഷേകമല്ല, ചൂടിന്റെ അഭിഷേകം പകർന്നിട്ടുണ്ട്. ചൂട്. ഇനി ബ്രദറിന്റെ ശരീരം ചൂടാകാൻ തുടങ്ങും. ചൂടിന്റെ അഭിഷേകം. നമ്മളിങ്ങനെ തിളച്ച വെള്ളം എടുത്ത് നമ്മളെ കമത്തി അങ്ങനെ ഇരിക്കും ശരീരത്തിൽ. അതുപോലെ ചൂടിന്റെ അഭിഷേകം, ലൈറ്റ് ചൂട് വരും ബോഡിയിലൊക്കെ. ചൂടുവെള്ളത്തിന്റെ അഭിഷേകം വന്നിട്ടുണ്ട് ബ്രദറിന്റെ മേല്. അതുപോലെ കർത്താവ് കാണിക്കുന്നതിന് പൂച്ചയെ പിടിച്ച് ഇങ്ങനെ കണ്ടിട്ടുണ്ട്. പൂച്ചയെ ഇങ്ങനെ പെടലിയെ ഇങ്ങനെ പിടിച്ചിട്ട് അതിന്റെ മേളിലെങ്ങാണ്ട് പിടിച്ച് ഇങ്ങനെ എടുത്ത് കളയത്തില്ല. പൂച്ച നമ്മൾ കൊണ്ടുപോകത്തില്ലേ? പൂച്ച എങ്ങനെ പിടിക്കുന്നേ? ഇങ്ങനെ ഈ പെടലിയുടെ മേളിലെങ്ങാണ്ട് ഇങ്ങനെ സ്കിന്നെ പിടിച്ച് തൂക്കെടുത്തോണ്ട് പോകല്ലേ? അപ്പൊ അതുപോലെ നിങ്ങൾ അധികാരം ദൈവം തരാൻ പോകും. അപ്പൊ പിശാചിനെ അല്ലെങ്കിൽ ഇങ്ങനെ പൈശാചികത്തിന് മേലെ ഇങ്ങനെ തൂക്കെടുത്തെറിയും. അതിനെ എവിടെയെങ്കിലും കുത്തിയിരിക്കും. ഇങ്ങനെ പൂച്ചയൊക്കെ കുത്തിയിരിക്കാൻ നമ്മൾ പോയി എടുത്ത് ഇങ്ങനെ പിടിച്ചെടുക്കത്തില്ലേ? പിടിച്ചെടുത്ത് ഇങ്ങനെ ഇങ്ങോട്ട് പാടാൻ എടുത്തോണ്ട് പോയിട്ട് വേറെ എവിടെയെങ്കിലും പറഞ്ഞു വിടത്തില്ല. അതുപോലെ അധികാരം ദൈവം തരാൻ ആഗ്രഹിക്കുന്നു. അത് വന്നിട്ടുണ്ട് ബ്രദർ. അതുപോലെ ഈ അച്ഛന്മാരിൽ മേലുള്ള അധികാരം തന്നെ. ബ്രദർ ഏത് സമയം വന്നാ അതിൽ മേലുള്ള അധികാരം ദൈവം തന്നിട്ടുണ്ട്. അങ്ങനെയുള്ളവരെ ഈ കാവി കൊടുത്തന്നെ കാപ്പിയൊക്കെ കൊടുത്തവരെയൊക്കെ ശാസിക്കാൻ ദൈവം പറയാം. എതിരെ പ്രാർത്ഥിക്കണം. കാപ്പി കളറുള്ള എന്തോ ഒരു ഉടുപ്പുണ്ട്, അത് കാണിക്കുന്നുണ്ട്. കാപ്പി കളർ. അങ്ങനെയുള്ള പൈശാചിക ശക്തികളെ ശാസിച്ച് പ്രാർത്ഥിക്കണം. അവരിൽ പൗരോഹിത്യ ശക്തിയുണ്ട്. ജനത്തെ പിടിച്ചു വെക്കുന്ന ഒരു ശക്തിയുണ്ട്. അതിനെ ശാസിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ ജനത്തെ അങ്ങനെ പിടിച്ചു വെച്ചിരിക്കുക. കാപ്പി കളറിട്ട് ഒരു അച്ഛനെ കാണിക്കുന്നു. എനിക്ക് എന്തോ ഒരു അച്ഛനെ, കേരളത്തിലെ ഒരു അച്ഛൻ, എനിക്കറിയത്തില്ലത്. അദ്ദേഹം ഒരുപാട് പേര് എന്തോ പറഞ്ഞു സിസ്റ്ററെ. ഭയങ്കര ഒരു പവറായിരുന്നു ഇങ്ങനെ വന്നത്. ഈ കുട്ടികളുടെ ഒക്കെ കളിപ്പാട്ടത്തിന്റെ ഒക്കെ അകത്തിരിക്കുന്ന ഒരു സൈസ് വിഷയം പോലത്തെ ഒരു സാധനം ഇല്ലേ, അതിങ്ങനെ എന്റെ അടുത്തേക്ക് ഇങ്ങനെ വരുന്നത് പോലെ കണ്ടു. പിന്നെ കണ്ടത്, നമ്മൾ ഈ നമ്മുടെ നാട്ടിലൊക്കെ കിണറ് കുഴിക്കുമ്പോ നമ്മളൊരു പുതിയ ബക്കറ്റ് വാങ്ങിക്കൂലേ, അങ്ങനത്തെ ഒരു പുത്തൻ ബക്കറ്റ്. പക്ഷെ ആദ്യം ഒരു കലക്ക വെള്ളം കണ്ടു. പിന്നെ അത് ഭയങ്കരമായിട്ട് തെളിഞ്ഞ് നല്ല വൈറ്റ് പോലെ, കണ്ണീര് പോലെ തെളിഞ്ഞതായിട്ട് കയ്യിലേക്ക് ഇത്രയും കാര്യം. സിസ്റ്റർ അഭിഷേകത്തിന് ചേഞ്ചസ് ഒന്നും അതാണ് കാണിക്കുന്നത്. ഈ മോട്ടർ, ഈ കുട്ടികളുടെ കളിപ്പാട്ടത്തിനകത്തെ മോട്ടർ കാണിക്കാൻ കാരണം വെച്ചാൽ മോട്ടർ പോലെ സിസ്റ്റർ വർക്ക് ചെയ്യണേ. മോട്ടർ പോലെ ആകും. പവർ ദൈവം തരും. താങ്ക് യു സിസ്റ്റർ. പറഞ്ഞ കാലത്തെ ആൾ പറഞ്ഞു സിസ്റ്റർ. ഞാനിവിടെ ബെഡിൽ ഇരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പൊ എന്നെ എന്തോ നെറ്റിയുടെ ആരോ പിടിച്ചങ്ങ് പുഷ് ചെയ്തങ്ങ് പുറകോട്ട് മലന്ന്, എനിക്ക് നേരെ ഇരിക്കാൻ പറ്റാണ്ട് അങ്ങനെ മലന്നങ്ങ് വീണ്. അത് ഹോളി സ്പിരിറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ യേശു ആയിരിക്കും. അത് പറഞ്ഞല്ലോ, യേശു ഇങ്ങനെ എല്ലാവരും ഇടവഴി ഇറങ്ങി നടക്കുന്നു പറഞ്ഞായിരുന്നല്ലോ. അത് ആത്മവിശ്വാസം എന്ന് പറയാം. അപ്പൊ അങ്ങനെ വിട്ടുകൊടുത്താൽ മതി സിസ്റ്റർ. ഒന്നെങ്കിൽ പിന്നെ ദർശനങ്ങളിലോട്ട്, സ്വപ്നങ്ങളിലോട്ട് പോകും. അതിനെ സ്ലൈങ് സ്പിരിറ്റ് എന്ന് പറയുന്നത്. സ്ലൈങ് സ്പിരിറ്റ് അല്ലെങ്കിൽ ആത്മവിശ്വാസം എന്ന് പറയാം. അപ്പൊ നമ്മളങ്ങ് വിട്ടുകൊടുക്കുക. നമ്മളൊരു പക്ഷേ ചിലപ്പോൾ 1/2 മണിക്കൂർ, 1 മണിക്കൂർ, ചിലപ്പോൾ 2 മണിക്കൂർ കിടക്കോടെ. അപ്പൊ അത് നമ്മൾ സ്പിരിച്വൽ മണ്ഡലങ്ങളുള്ള കാര്യങ്ങളെല്ലാം ദൈവം കാണിക്കും. അല്ലെങ്കിൽ കർത്താവ് അതിലൂടെ സംസാരിക്കും. അതിലൂടെ അല്ല പിന്നെ നമ്മളെ ഫൈറ്റ് ചെയ്യും. നമ്മൾ പൈശാചിക മണ്ഡലങ്ങളുമായിട്ട് നമ്മുടെ സ്പിരിറ്റ് പോയി ഫൈറ്റ് ചെയ്യും. മീൻസ് അതൊരു ശുശ്രൂഷ സിസ്റ്റർ. അത് അങ്ങനെ വരുമ്പോൾ നമ്മൾ പിടിച്ചു വെക്കാതെ വിട്ടുകൊടുക്കണം. അത് അതിനകത്ത് എന്തെങ്കിലും അനുഭവം ഉണ്ടായ സിസ്റ്റർ അങ്ങനെ സംഭവിച്ചപ്പോ? പ്രത്യേകിച്ച് എന്റെ കോൺഷ്യസ് ഒന്നും പോയില്ല. സാധാരണ അങ്ങനെ പോവും. നമ്മുടെ റിവലേഷൻ, നമ്മുടെ സ്പിരിറ്റ് വേറെ മണ്ഡലത്തിലോട്ട് പോകും. നേരം ഓക്കെ. പറഞ്ഞു സിസ്റ്ററെ. ഞാന് കുറച്ചു നാളായിട്ട് ഇങ്ങനെ വിഷമിച്ച് ആത്മാവിൽ ഇങ്ങനെ ഒരു സന്തോഷമില്ലാതെ ഒരു ഇരിക്കുകയായിരുന്നു. എനിക്ക് ഇന്ന് എനിക്ക് എന്തോ ഒരു ശക്തി വന്ന് എനിക്ക് എന്റെ മേൽ തന്നെ ഒരു അധികാരം ഉള്ളതുപോലെ വന്നു. സിസ്റ്റർമാരിൽ ഒരു വടി തന്നിട്ടുണ്ട് സിസ്റ്റർമാർ. ഇനി സിസ്റ്റർ പോയി ഇങ്ങനെ ഈ വടി എടുത്തിട്ട് പോയി ചെറിയൊരു ചൂരൽ വടി സിസ്റ്റർ തന്നിട്ടുണ്ട്, ഒരു അധികാരം തന്നിട്ടുണ്ട് ദൈവം. അപ്പൊ സിസ്റ്റർ ഇങ്ങനെ പോയി ഇങ്ങനെ പേടിപ്പിക്കുക. മനസ്സിലായി? ഇങ്ങനെ നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും നമ്മൾ എന്തെങ്കിലും പട്ടിയെ പൂച്ചയൊക്കെ ഇരിക്കാൻ വടി കാണിക്കത്തില്ല. അതിനെ ശരിയാക്കും, ഓടിപ്പോടാന്ന് പറയത്തില്ലേ വടിയെടുത്ത്. അങ്ങനെ ഒരു അധികാരം തന്നിട്ടുണ്ട്. എന്നെ കാണിക്കുന്ന ഒരു സർക്കിൾ ഇങ്ങനെ സിസ്റ്റമേലി ഇങ്ങനെ ബോഡിയേക്കാടെ ഇങ്ങനെ കയറി ഇറങ്ങുന്നുണ്ട് കാണുന്നത്. തലവഴി താഴോട്ട് ഇറങ്ങും, ആ സർക്കിൾ മേലോട്ട് പോകും, സർക്കിൾ താഴോട്ട് വരും. അത് പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം കാണിക്കുന്നു.
സിസ്റ്ററെ അത് ഏറ്റെടുത്ത ദിവസങ്ങളിൽ അധികാരം ഉപയോഗിച്ച് പ്രാർത്ഥിക്കും. സിസ്റ്റർ വിഷയങ്ങൾ അധികാരം എടുത്ത് പ്രാർത്ഥിക്കും. ആ ഒരു വടി ഒരു സ്റ്റിക്ക് ദൈവം തന്നിട്ടുണ്ട്. അപ്പം പറയണം, ഞാൻ കർത്താവായ യേശു തന്ന അധികാരം ഉപയോഗിച്ച് ഞാൻ പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞ് വചനം പറഞ്ഞ് പ്രാർത്ഥിക്കണം. ആത്മാവിൽ നിങ്ങളുടെ വിഷയങ്ങൾ അതിനുമേൽ പ്രാർത്ഥിക്കണം. അപ്പം നിങ്ങൾ പിശാചിനോട് മാറി നിൽക്കാൻ പറയണം, എൻ്റെ മോളെ വിട്ടു പോകാൻ പറയണം, എൻ്റെ മോളെ വിവാഹം നടക്കാൻ ഞാൻ കൽപ്പിക്കുന്നു, അങ്ങനെയൊക്കെ പറഞ്ഞ് ദൈവത്തിന്റെ പുറത്ത് വെളിപ്പെടുത്തണം. അതിനെ കാണിക്കുന്ന മോളെ വിവാഹം നടക്കും കേട്ടോ, മോളെ വിവാഹം നടക്കും കേട്ടോ. മോളെ വിവാഹത്തിനായി കാണിക്കുന്നുണ്ട്, വിവാഹം നടക്കും. ഓക്കെ, അടുത്ത ആള് പറഞ്ഞു സിസ്റ്ററെ. എനിക്ക് ടേസ്റ്റ് അങ്ങോട്ട് വരുന്നില്ല, വായി കഴിച്ചു വെള്ളം വരുവോ, ഛർദ്ദിക്കാൻ വരുവോ? സിസ്റ്റർ ഉല്ലാസ് വെള്ളം എടുക്കുക, പ്രാർത്ഥിച്ചു തരാം കേട്ടോ. സിസ്റ്റർ ഉല്ലാസ് വെള്ളം എടുത്തോണ്ട് പോവാം. സിസ്റ്റർ വെള്ളം എടുക്കുമ്പോഴത്തേക്ക് അടുത്ത ആൾ വരുവാ. പറഞ്ഞ അടുത്ത ആൾ പറഞ്ഞാട്ടെ, സിസ്റ്റർ വരുന്നവരെ അടുത്ത ആൾ പറഞ്ഞാട്ടെ. സിസ്റ്റർ പറഞ്ഞോ. അന്യഭാഷയിൽ ഉറക്ക പ്രാർത്ഥിച്ചില്ല, അപ്പൊ വത്സ അതിൽ ഭയങ്കര ഒരു ശക്തിയാ വ്യാപരിച്ചത്. ആമേ, അതിന് ഡുനാമിസ് പവർ സിസ്റ്റർ. അത് സിസ്റ്റമേൽ ഒരു ഡുനാമിസ് പവർ ദൈവം പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഒരു വെള്ളച്ചാട്ടം പോലൊരു പവർ സിസ്റ്റമേൽ പറഞ്ഞിട്ടുണ്ട്. ശബനമനമന ശന്തരാരമന ഹസ്തരാരകടനസ്തി. സിസ്റ്റർ സിസ്റ്റമേൽ അഭിഷേകം വെളിപ്പെട്ടുകൊണ്ടിരിക്കുക. അത് ഹല്ലേലൂയ. ഇപ്പോഴും ഒഴുകുന്നുണ്ട്, ആ സാന്നിധ്യം ഒഴുകുന്നുണ്ട് അല്ലേ? ഒഴുകുന്നുണ്ട് സിസ്റ്റർ. ആ സാന്നിധ്യം മനസ്സിലാവുന്നില്ല? ഇപ്പോഴും ഉണ്ടല്ലോ. സംസാരിച്ചപ്പോ ഭയങ്കരമായിട്ട് എനിക്ക് ഞെട്ടുന്ന പോലത്തെ ഒരു ഇതായിരുന്നു. അവിടെയാണ് യേശു പറഞ്ഞില്ല ബുക്കിന്റെ കാര്യം പറഞ്ഞ എനിക്ക് വളരെ എന്നെ ടച്ച് ചെയ്തത്. എന്നെ സംസാരിച്ചോണ്ടിരിക്കും ആ ഡ്യൂനാമിസ് പവറിന് അത്രയും നമ്മൾ എങ്ങനെ അക്നോളജ് ചെയ്യുന്നു അതുപോലെ നമ്മുടെ വായിലാണ് സിസ്റ്റർ ശക്തി ഇരിക്കുന്നത്. നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവും നമ്മുടെ പുറത്തും പരിശുദ്ധാത്മാവും വരുമ്പോൾ, നമ്മുടെ ദൈവത്തിന്റെ ശക്തി വരുമ്പോൾ വായെടുത്ത് ഒച്ച വെക്കുമ്പോഴാണ് അത് ശക്തിയായി മാറുന്നത്. അവിടെയാണ് പ്രവർത്തിക്കുന്നത്. നമുക്ക് മൗനമായിട്ടിരിക്കുന്നതല്ല. അതാണ് ഉണ്ടാകട്ടെ എന്ന് കർത്താവ് ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഈ ഭൂമി മൊത്തം ഉണ്ടാവും, യൂണിവേഴ്സ് മുഴുവൻ ഉണ്ടാകട്ടെ എന്ന്. അങ്ങനെയാണ് ദൈവത്തിന്റെ ശബ്ദം അല്ലേ? അതുപോലെ ലാസറേ പുറത്തു പോവാ. നമ്മൾ കേൾക്കുന്ന നമ്മൾ ജസ്റ്റ് വായിച്ചു പോകുന്നുള്ളൂ. പക്ഷെ യേശു പറഞ്ഞത് അവിടെ അലറുമായിരുന്നു. ലാസറേ പുറത്തു വരാൻ പറഞ്ഞു. ആ ഒരു ശക്തിയാണ് ലാസറെ പുറത്തോട്ടിരുന്നത്. മനസ്സിലായോ? അപ്പൊ ആ ഒരു ശക്തി നമ്മൾ ആത്മാവ് വന്നു കഴിയുമ്പോൾ ആ ശക്തി നമ്മൾ പ്രസ്താവിക്കണം. നമ്മൾ വായെടുത്തു നമ്മുടെ പ്രശ്നങ്ങളോട് അതിന് മലയോട് മാറി നിൽക്കാൻ പറ. മലയോട് കടലിൽ പോയി ചാടുന്ന ആ ശക്തിയോടുകൂടിയാണ് പറയുന്നത്. അപ്പോഴാണ് മല ചാടി പോകുന്നത്. അപ്പൊ ആ ഒരു ശക്തി ദൈവം തന്നിരിക്കുക. അപ്പൊ ആത്മാവ് എന്നെ കാണിക്കുന്ന സിസ്റ്റർ പായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ ആത്മാവിന്റെ സാന്നിധ്യം വരും. അവിടെ നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് ആ വിടുതലിന് വേണ്ടി ആ ശക്തി വരുമ്പോൾ നിങ്ങൾ കൽപ്പിക്കണം. ആ വിടുതലിന് വേണ്ടി നമ്മൾ അലറി നിലവിളിക്കണം. നമ്മുടെ സിംഹം പോലെ അലറണം അന്നേരം ആ സമയത്ത്. മനസ്സിലായോ? അവിടെയാണ് വിടുതൽ നടക്കുന്നത്. ഓക്കെ സിസ്റ്റർ, ദൈവം അനുഗ്രഹിക്കണം. അടുത്ത ആള് സിസ്റ്റർ വന്നോ? പറഞ്ഞോ, വെള്ളം കൊണ്ടുവന്നോ സിസ്റ്റർ? സിസ്റ്റർ ഇങ്ങനെ ആ വെള്ളം ഇങ്ങനെ കർത്താവിന്റെ സന്നിധിയോട് ഏൽപ്പിച്ചു കൊടുത്ത് ഇങ്ങനെ പൊക്കി പിടിച്ചാലും, കർത്താവെ ഈ വെള്ളത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ വെള്ളം കുടിക്കുമ്പോൾ സിസ്റ്ററിന്റെ വായിക്കാത്ത ടേസ്റ്റ് മടങ്ങി വരണം. ഉള്ളിലെ ആ വയറിനകത്ത് അസ്വസ്ഥതകളെല്ലാം മാറണം. ഡുനാമിസ് പവർ ഇപ്പോൾ എല്ലാവരും പ്രാർത്ഥിച്ച സിസ്റ്ററിന് വേണ്ടി ഈ ഡുനാമിസ് പവർ വെള്ളത്തിന്മേൽ ഒഴുകട്ടെ കർത്താവേ. In the name of Jesus, യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ ദൈവത്തിന്റെ ശക്തി വെള്ളത്തിന് ഇറങ്ങട്ടെ. ഡുനാമിസ് പവറായി തീരട്ടെ. ഡുനാമിസ് പവറായി തീരട്ടെ വെള്ളം. അതൊരു ഔഷധമായി തീരട്ടെ. അതൊരു രോഗശാന്തിയായി തീരട്ടെ. ഇപ്പോൾ തന്നെ അത്ഭുതമായി തീരട്ടെ യേശുവിന്റെ നാമത്തില്. വെള്ളത്തെ മേൽ കർത്താവേ ദൈവത്തിന്റെ ആത്മാവിന് ശക്തി വ്യാപരിക്കട്ടെ, പരിവർത്തിക്കട്ടെ. ഞങ്ങളെ യേശുവിന്റെ രക്തമാക്കി മാറ്റുകയാണത്. സകനാരകൽക്കന വയറിന് അസ്വസ്ഥത മാറണം, നാവിന്റെ കെട്ടുകൾ അഴിയണം, എല്ലാ ടേസ്റ്റ് മടങ്ങി വരണം. കർത്താവ് യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ അത്ഭുതം നടക്കട്ടെ. ഡുനാമിസ് പവർ ഇപ്പോൾ വ്യാപരിക്കട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഹല്ലേലൂയ. സിസ്റ്ററിന് എന്തെങ്കിലും ഫീൽ ചെയ്യുന്നുണ്ടോ? ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോഴത്തേക്ക് എന്തെങ്കിലും ഫീൽ ചെയ്യുന്നുണ്ടോ? കയ്യിലോ വെള്ളത്തിലോ മീൻസ് എന്തെങ്കിലും ഫീൽ ചെയ്യുന്നുണ്ടോ? ഓടിയലോ? സിസ്റ്റർ സംശയങ്ങളെല്ലാം മാറ്റണം സിസ്റ്റർ. സിസ്റ്ററിന്റെ ബുദ്ധി അഫലമാണ്. ദൈവദിനത്തിൽ കൂടുതൽ വിശ്വസിക്കണം, യേശുവിൽ വിശ്വസിക്കണം, ബാക്കിയെല്ലാം മാറ്റിവെക്കണം. ഈ രോഗത്തെ നോക്കിക്കൊണ്ടിരിക്കരുത് ഒരിക്കലും. കർത്താവിനെ മാത്രം നോക്കണം. അവിടെയാണ് വിടുതൽ നടക്കുന്നത്. ഇത്രയും ആരാധനയ്ക്കിടയിൽ ഇത്രയും അത്ഭുതങ്ങളുടെ സിസ്റ്റർ മാത്രം വിടുതൽ പ്രാപിക്കാത്തതിന്റെ കാര്യം എന്തോ സംതിങ് റോങ്. ദാറ്റ് മീൻസ് സിസ്റ്റർ ബൈബിൾ ബിലീവ് ചെയ്യണം, ഫുൾ കണ്ണുടച്ച് ബിലീവ് ചെയ്യണം. രണ്ട് യേശുവിനെ ബിലീവ് ചെയ്യണം, സംശയിക്കാൻ പാടില്ല, രോഗത്തെ നോക്കുവാനേ പാടില്ല. അവിടെയാണ് അത്ഭുതം നടക്കുന്നത്. ഞാൻ തിരുവനന്തപുരത്ത് കൺവെൻഷൻ ചെയ്യുന്നപ്പോഴത്തേക്ക് ഒരാൾ വന്നു.
എനിക്ക് ഷർട്ട് ഇടാൻ പറ്റത്തില്ല. ഷർട്ട് ഇട്ട് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ചൊറിച്ചിലോ എന്തോ രോഗം ഷർട്ട് എന്തോ ശരീരം മുഴുവൻ ചൊറിയോ അതോ എന്താ പറയുന്നത്, എന്തോ ഒരു അസ്വസ്ഥത. കൺവെൻഷന് നടുവിൽ വന്നിരിക്കുന്ന ഷർട്ടില്ലാതെ വന്നിരിക്കുന്നത്. ഇതുപോലെ ഞാൻ പറഞ്ഞു വെള്ളം പ്രാർത്ഥിച്ച് കൊടുത്ത പിന്നെ ഷർട്ട് ഇടാൻ പറഞ്ഞു. ഷർട്ട് ഇട്ടപ്പോഴത്തേക്ക് അത് പുള്ളിക്ക് ഒരു കുഴപ്പമില്ല. അപ്പം എന്താ ഇപ്പോൾ അത് ഉറപ്പിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞതുകൊണ്ട് അപ്പൊ വിശ്വസിക്കുക. സിസ്റ്റർ ആ വിശ്വാസത്തോടുകൂടി വെള്ളം കുടിക്കുക. യേശുവിന്റെ രക്തമായി ഞാൻ കുടിക്കുന്നതെന്ന് പറയുക. സിസ്റ്റർ 100 പ്രാവശ്യം പറഞ്ഞിട്ട് കുടിക്കുക. അവിടെ ഇരിക്കുക സിസ്റ്റർ പറഞ്ഞ ഞാനത് യേശുവിന്റെ രക്തം കുടിക്കുന്നത്, യേശുവിന്റെ മരുന്നാണ്, ഇതിനകത്ത് എനിക്ക് വിടുതലുണ്ട്. സിസ്റ്റർ തന്നെ പറയണം, ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് വായ പ്രസ്താവിക്കണം, ഇത് യേശുവിന്റെ മരുന്നാണ്, ഇത് യേശുവിന്റെ രക്തമാണ്, ഇത് പരിശുദ്ധാത്മാവിന്റെ പരിവർത്തിച്ചാണ്, ഇത് ഞാൻ കുടിക്കുമ്പോൾ എന്റെ നാവിന് കട്ടഴിയും, എന്റെ വയറിന്റെ കട്ടഴിയും. അങ്ങനെ സിസ്റ്റർ 100 പ്രാവശ്യം വെള്ളത്തിൽ നോക്കി പറയണം. വെള്ളത്തിൽ നോക്കി പറഞ്ഞിട്ട് സിസ്റ്റർ കുടിക്കുക. ദൈവം അത്ഭുതം ചെയ്യും കേട്ടോ. ഓക്കെ, അടുത്ത ആൾ വന്നാട്ടെ. സിസ്റ്റർ പറഞ്ഞു, പെട്ടെന്ന് പറഞ്ഞോ. പാസ്റ്റർ, എനിക്ക് മീറ്റിങ്ങിന് കയറാൻ പറ്റിയില്ല. ഇടയ്ക്ക് ഒന്ന് ഒരു അപ്പോയിന്റ്മെന്റ് ഉണ്ടായിരുന്നു പല്ലിന്റെ, അതിന് പോയേക്കുമായിരുന്നു. പാസ്റ്ററോട് ഞാൻ 2 ദിവസം മുമ്പ് ഞാൻ മെസ്സേജ് ഇട്ടായിരുന്നു പ്രാർത്ഥിക്കണമെന്ന്. എനിക്ക് വയറിന് വളരെ ആശ്വാസമായി തുടങ്ങിയിട്ടുണ്ട്. ദൈവത്തിന് മാത്രം സൗഖ്യമായിക്കോളും സിസ്റ്റർ കേട്ടോ. ദൈവം സൗഖ്യമായിക്കൊണ്ടിരിക്കുക. എപ്പോഴും സ്വത്തം പറഞ്ഞ് പ്രാർത്ഥിച്ച് നടന്നായി. കർത്താവെ തന്ന സൗഖ്യത്തിനായി സ്വത്തം പറഞ്ഞ് നടന്നായി. താങ്ക് യു. അടുത്ത ആളെ പറഞ്ഞു. പ്രാർത്ഥിച്ചപ്പോൾ ഒരു വലിയൊരു അനോയിന്റിങ്ങിന്റെ പവർ ഫുൾ ബോഡിയിലായിട്ടുണ്ട്. ഏറ്റെടുത്ത് അത് വെളിപ്പെട്ട് വരാൻ പ്രാർത്ഥിക്കും. ആരെ നമ്മുടെ ശിവറല്ലേ മ്യൂട്ടായിട്ട് കിടക്കുന്നുണ്ടോ ചോദിച്ചത്? കേൾക്കുന്നുണ്ട്, പക്ഷെ മ്യൂട്ടായിട്ട് കിടക്കും. ഓക്കെ, നോ പ്രോബ്ലം. കേൾക്കുന്നുണ്ട് എന്തായാലും. അപ്പൊ അത് ശക്തി വന്നിട്ടുണ്ട് ബ്രദറെ. ഇനി അതിങ്ങനെ ഉപയോഗിക്കണം. ഇനി അത് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. ആ ശക്തി നമ്മൾ എല്ലാം പ്രാക്ടീസ് ചെയ്യണം, എന്നാലും അത് വെളിപ്പെട്ട് വരത്തുള്ളൂ. ഓക്കെ, എല്ലാവരും ഒന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. മോളുടെ പേരെന്ന് പറഞ്ഞ ബ്രദറെ? ജോസ്ഫിനയ്ക്ക് എത്ര വയസ്സായി? ഓക്കെ, ഞങ്ങളെല്ലാവരും ജോസ്ഫിനയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ എല്ലാവരും പ്രാർത്ഥിക്കും. കർത്താവ് ജോസ്ഫിനെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരു ശക്തി ഇപ്പോൾ വരട്ടെ. എന്നെ കാണിക്കുന്നത് യേശു ഒരു കിരീടം വെക്കുക ജോസ്ഫിനയുടെ തലയിൽ. ഇറ്റ്സ് ലൈക്ക് വൈറ്റ് കിരീടമാണ്, വൈറ്റ് മുത്തുകൾ കൊണ്ടുള്ള. നിങ്ങൾ ബ്രൈഡൊക്കെ പോകുമ്പോൾ, നമ്മൾ കല്യാണത്തിനൊക്കെ പോകുമ്പോൾ പിള്ളേർ വെക്കത്തില്ലേ പണ്ട് എന്നതിനെ പറഞ്ഞത് കിരീടം തോന്നുന്നു. ഒരു ക്രൗൺ കർത്താവ് ഇപ്പോൾ തലയിൽ വെക്കുക. പ്രസന്റ് ആയിട്ട് വരുന്നുണ്ട്. കർത്താവിന്റെ ഒരു പ്രസന്റ് അത്. ഹല്ലേലൂയ. എന്നിട്ട് കർത്താവ് മോളെ ഇങ്ങനെ മാറോട് ചേർത്ത് പിടിക്കുന്നതാണ് എന്നെ കാണിക്കുന്നത്. ഈസ് ഹഗ്. യേശുവിന്റെ ഹഗ് ചെയ്യും. യേശു ഇങ്ങനെ ഹഗ് ചെയ്യുന്നതായിട്ട് കാണുന്നത് മോളെ. ഹല്ലേലൂയ. യേശു എന്നിട്ട് ഇങ്ങനെ ചിക്സിൽ പിടിക്കുന്നവരെ കാണാം. 2 ചിക്സ് ഇങ്ങനെ പിടിക്കുക. നമ്മൾ പിള്ളേർ ഇങ്ങനെ ചിക്സി പിടിക്കുന്നവരെ കാണും. ഹല്ലേലൂയ. ടച്ച് ഹോളി സ്പിരിറ്റ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. മോൾക്ക് അത് മനസ്സിലാകട്ടെ. കർത്താവ് ബോഡിയെ മനസ്സിലാകട്ടെ. കർത്താവിന്റെ സാന്നിധ്യം ബോഡിയെ മനസ്സിലാകട്ടെ. കർത്താവ് മനസ്സിലാക്കി കൊടുക്കണം. ഹോളി സ്പിരിറ്റ് ആ മോളെ ഒന്ന് ടച്ച് ചെയ്താൽ മനസ്സിലാകട്ടെ. ഹോളി സ്പിരിറ്റിന്റെ ടച്ച് ഒന്ന് മനസ്സിലാകട്ടെ. ഹല്ലേലൂയ. ബോഡിയോട് ദൈവ സാന്നിധ്യം ഒന്നും തുടരണമെന്ന് പ്രാർത്ഥിക്കും. ഇൻ ദ നെയിം ഓഫ് ജീസസ്. മോക്ക് എന്തെങ്കിലും ഫീൽ ചെയ്യുന്നുണ്ടോ? യു ആർ എക്സ്പീരിയൻസ് സംതിങ് ഇൻ ഓൺ യുവർ ബോഡി? എന്തുവാ ഫീൽ ചെയ്യുന്നേ? ചൂട്. ഹല്ലേലൂയ. ആക്കിയ കർത്താവ് തൊടുന്നു. ഹല്ലേലൂയ. ദാറ്റ്സ് ഹോളി സ്പിരിറ്റ് ടച്ച് ചെയ്യുന്നുണ്ട് മോളെ. കണ്ടോ, ചൂടെടുക്കുന്നു. ഹോളി സ്പിരിറ്റ് ടച്ച് ചെയ്യുന്നുണ്ട്. ഹല്ലേലൂയ. കർത്താവേ, അഭിഷേകത്തിനായ സ്തോത്രം. ആ ചൂട് എപ്പോഴും അനുഭവിക്കാൻ കൃപ കൊടുക്കണം. ദിവസങ്ങളിൽ വചനം കൂടുതൽ വായിക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ, വിശുദ്ധ ജീവൻ നയിക്കാനൊക്കെ സഹായിച്ചാലും കർത്താവ് ഏറ്റവും ബ്ലസ്ഡ് ആയി തീരട്ടെ. കർത്താവ് എഡ്യൂക്കേഷനിൽ ബ്ലസ്ഡ് ആയി തീരട്ടെ, പ്രൊഫഷണൽ ആയി തീരട്ടെ. അതുപോലെ കർത്താവ് വിസ്ഡം കൊടുത്താൽ, ദൈവത്തിന്റെ സാന്നിധ്യം കൊടുത്താൽ, ഇൻ ദ നെയിം ഓഫ് ജീസസ്. ടച്ച് ഹോളി സ്പിരിറ്റ്. എല്ലാ ശക്തികളും ഞാൻ ശാസിക്കുന്നു. എനിക്ക് പോലും ശാസിക്കുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്. മോക്ക് വേണ്ടി കർത്താവ് ഇപ്പോൾ ഒരു വെസൽ തുറന്നിട്ടുണ്ട്. ഒരു മോക്ക് വേണ്ടി ഒരു അനുഗ്രഹം ദൈവം തുറന്നെന്ന് കാണിക്കുന്നത്. ഒരു അനുഗ്രഹം തുറന്നിരിക്കുക. മോക്ക് വേണ്ടി ഒരു അനുഗ്രഹം തുറക്കുന്നു. മോക്ക് ഒരു പ്രൊഫഷണൽ ലെവൽ ദൈവം കൊണ്ടുപോകുന്ന പറയുന്നത്. മോക്ക് ഇഷ്ടമുള്ള പ്രൊഫഷണൽ ദിവസങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിച്ച് പ്രാപിച്ചിട്ട് പറയണം. ദൈവത്തോട് പറയണം, എനിക്ക് ഇന്ന പ്രൊഫഷണൽ ആവശ്യം, ദൈവത്തിന്റെ ഹിതമാണെങ്കിൽ ആ പ്രൊഫഷനിൽ ഞാൻ ചെയ്തെടുക്കാൻ ആഗ്രഹിക്കുന്നു. അതല്ല, ദൈവത്തിന്റെ ഹിതം എന്താണെന്ന് ചോദിക്കണം. അപ്പൊ ദൈവം അത് പറഞ്ഞു തരും. അല്ലെങ്കിൽ സ്വപ്നത്തിലൂടെ ഇടപെടും. ദൈവ സ്വപ്നത്തിൽ പറയും. ദൈവം എന്നെ കാണിക്കുന്ന ഗ്രാജുവേറ്റ് എന്നാണ് കാണിക്കുന്നത്. എന്തോ ഒരു വലിയ പ്രൊഫഷണൽ ലെവലിലോട്ട് ദൈവം കൊണ്ടുപോകും.
അതിപ്പോൾ അതിൻ്റെ ഒരു ബ്ലെസ്സിങ്സിന് കർത്താവ് ഈ ബർത്ത്ഡേക്ക് ഓപ്പൺ ചെയ്തിരിക്കുക. അത് ആ ബ്ലെസ്സിങ്സ് ഓപ്പൺ ചെയ്തിരിക്കുക. ഹാലേ, താങ്ക് യു ജീസസ്. ഓ, ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു. ശരി, എസ്റ്റർ മോളെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. വേഗത്തിൽ പറഞ്ഞാട്ടെ, അടുത്ത ആള് വേഗത്തിൽ പറഞ്ഞാട്ടെ. 2-3 മിനിറ്റ് മുന്നിലുണ്ട്, വേഗത്തിൽ പറഞ്ഞാട്ടെ. ഷീല സിസ്റ്റർ ഒന്നും കിട്ടിയില്ലയോ? തന്നില്ലേ? ഓക്കെ, വേഗത്തിൽ പറഞ്ഞാട്ടെ, അടുത്ത ആള് വേഗത്തിൽ പറഞ്ഞാട്ടെ. റോണി ബ്രദർ എങ്ങനെയുണ്ട്? സ്നാനപ്പെട്ടിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല അനുഭവമായിരുന്നു. പിന്നെ തിരിച്ചെത്തിയപ്പോൾ തൊട്ട് മനസ്സ് വല്ലാത്തൊരു അസ്വസ്ഥത, ഭയങ്കരമായിട്ട് അതുണ്ടാവും. ഇതും. പിന്നെ ചെയ്തത് ശരിയല്ല, ഇങ്ങനെ ഈ ആംബുലൻസ് ഭയങ്കരമായിട്ട് അത് കുറച്ച് ദിവസം ഫൈറ്റ് ഉണ്ടാവും ബ്രദർ. നമ്മൾ ദൈവത്തിനും വായിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യണം കേട്ടോ. കുറച്ച് നേരം ദിവസം കൂടുതലിരിക്കണം, പ്രാർത്ഥിക്കണം. അത് ഫൈറ്റ് ഉണ്ടാവും. ഭയങ്കരമായിട്ട് ഇങ്ങനെ ഒരു എല്ലാവരും റോണി ബ്രദറിനോട് പ്രാർത്ഥിച്ചു. കർത്താവെ, ഞങ്ങളെ പൂരിനെ ശാസിക്കുന്നു, അന്ധകാര ശക്തിയെ ശാസിക്കുന്നു. കർത്താവ് പ്രിയമകന്റെ എല്ലാ അസ്വസ്ഥതകളും മാറട്ടെ. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ സന്തോഷം ഉണ്ടാകട്ടെ. പരിശുദ്ധാത്മാവിന്റെ സന്തോഷ സമാധാനം വ്യാപരിക്കട്ടെ. കർത്താവ് സ്നാനപ്പെട്ട ദൈവത്തോട് യേശുവിനോട് ചേർന്നിരിക്കുകയാണല്ലോ കർത്താവെ. ആ മരണത്തിൽ പുനരുദ്ധാനത്തിലെല്ലാം പങ്കാളിയെ തീരുവാനിടയായല്ലോ കർത്താവ്. എല്ലാ മാനുഷ്യമായ അസ്വസ്ഥതകൾ മാറട്ടെ, ജഡത്തിന്റെ അസ്വസ്ഥതകൾ മാറട്ടെ. പിശാചിനെ പോലും നിങ്ങൾ ശാസിക്കുന്നു. പ്രിയമനെ വചനത്തിൽ ബലപ്പെടുത്തണം, ശക്തീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ശാനശിശോഷ ചെയ്യുവാൻ ഞങ്ങളുടെ ദാസന്മാരെ ബലപ്പെടുത്തിയാണ് നന്ദി. ഫിലിപ്പാസിനെ അനുഗ്രഹിക്കുന്നു കർത്താവ്. കത്രിമേശയിൽ കർത്താവ് പങ്കാളിയത്തിന് കർത്താവ് സഹായിച്ചല്ലോ കർത്താവ്. ഈ മകനെ അനുഗ്രഹിക്കുക. എല്ലാവരും അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചാലും യേശുവിന്റെ നാമത്തെ എല്ലാ ഭാരങ്ങളും മാറട്ടെ, എല്ലാ പ്രയാസം മാറട്ടെ. കുടുംബം ദൈവകൃപയിൽ വരുവാൻ ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കും. അത് യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേ. കൂടുതൽ ദിവസങ്ങൾക്കുള്ളിൽ പ്രാർത്ഥിക്കുകയും അതിനെ ധ്യാനിക്കുകയും ചെയ്യും കേട്ടോ. അപ്പൊ ശരിയാവും. ഓക്കെ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരും ഇല്ലെന്ന് വിചാരിക്കുന്നു. പാസ്റ്റർ മാത്യൂസ്, പിന്നെ നമ്മുടെ ഫിലിപ്പ് പാസ്റ്റർ ഉണ്ട്. വേറെ ആരെങ്കിലും? ഫിലിപ്പാസ് പോയെന്ന് തോന്നുന്നല്ലേ? ഫിലിപ്പാസ് എന്തൊരു മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞു. പാസ്റ്റർ എടുത്ത മാത്യൂസ് പാസ്റ്റർ എടുത്ത സമയം എടുത്തു. യൂണിവേഴ്സിറ്റിക്കകത്തായിരിക്കും കേൾക്കാനോ? കേൾക്കാം പാസ്റ്റേ. താങ്ക് യു ജീസസ്. യേശുവിന്റെ കർത്താവിന്റെ മുദ്രയെഴുന്നേൽപ്പിച്ച സ്തോത്രം. ശക്തിയുടെ ആത്മാവ്, ദൈവത്തിന്റെ ശക്തിയുടെ ആത്മാവാണ്. ദ പവർ ഓഫ് ഗോഡ് ഈസ് കമ്മിങ് ത്രൂ. ദൈവത്തിന്റെ ശക്തിയുടെ, നമ്മുടെ ഈ കർത്താവ് പറയുന്ന നിങ്ങളുടെ വിരലിന് മേലെ, നിങ്ങളുടെ കരത്തിന് മേലെ കർത്താവിന്റെ ശക്തിയുണ്ട്. ആ ശക്തി കർത്താവിന്റെ ഈ കരത്തിൽ വീഴുന്ന ശക്തിയല്ല, കരത്തിൽ നിങ്ങളുടെ അധികാരമാണ്. കർത്താവ് നിങ്ങളുടെ റിസ്റ്റിന്റെ അവിടെ നിങ്ങളുടെ അധികാരമാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് അധികാരവും തരുന്നുണ്ട്, ശക്തിയും തരുന്നുണ്ട്. അത് ഏറ്റെടുക്കാനാണ് കർത്താവ്. അതുപോലെ തന്നെ ഈ വചനം നിങ്ങൾ സംസാരിക്കുമ്പോൾ വചനത്തിൽ ശക്തിയുണ്ട്. അതുകൊണ്ട് വിശ്വാസത്തോട് വചനം സംസാരിക്കും. നമ്മുടെ മേളിലുള്ള അസാധാരണമായ ദൈവകൃപകളുണ്ട്. അത് നിങ്ങളത് പാഴാക്കി കളയും. ആ ദൈവത്തിന്റെ ഒരു സ്വാധീനം അല്ലെങ്കിൽ ദൈവത്തിന്റെ ഒരു പ്രേരണകൾ നമുക്ക് വരും. കർത്താവിന്റെ പ്രേരണകൾ വരുമ്പോൾ അത് ആ ദൈവശക്തിയിൽ നമ്മൾ വിശ്വസിച്ചു കർത്താവ് തരുന്ന പ്രേരണകൾ നമ്മൾ ചെയ്യും. ആ പ്രേരണ പറയാണ്, കർത്താവ് പറയാണ്. പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവശക്തി ആ പ്രാർത്ഥനയിൽ വരും. ആ ദൈവകൃപ ആ പ്രാർത്ഥനയിൽ വരും. അല്ലെങ്കിൽ വചനം വായിക്കാൻ പറയുകയാണെങ്കിൽ ഈ വചനം ധ്യാനിക്കാൻ പറയുമ്പോൾ നമ്മൾ അത് അന്നേരം ബൈബിള് തുറന്ന് നമ്മൾ അത് ചെയ്യണം. അന്നേരം ദൈവത്തിന്റെ ശക്തി, ദൈവത്തിന്റെ കൃപ വരും. ദൈവം പറയുന്ന കാര്യം ചെയ്യാനാണ് ദൈവം ശക്തി തരുന്നത്. അതുപോലെ ദൈവം ആരാധിക്കാൻ പറയുമ്പോൾ, സ്തുതിക്കാൻ പറയുമ്പോൾ, നിങ്ങൾ അന്യഭാഷയിലോ പാട്ടിലോ ആരാധിക്കുമ്പോൾ ദൈവകൃപ വ്യാപരിക്കും. ദൈവശക്തി